ഗുരവേ ഗൗരചന്ദ്രായ രാധികായ തദാലയെ കൃഷ്ണായ കൃഷ്ണഭക്തായ തദ്ഭക്തായ നമോ നമഃ. പരീക്ഷിത്ത് മഹാരാജാവിന്റെ ജന്മത്തെക്കുറിച്ചാണ് ശൗനകാദി ഋഷികൾ സൂത ഗോസ്വാമിയോട് ചോദിക്കുന്നത്. വളരെ രസകരമാണിത്. ശ്രീല വിശ്വനാഥ് ചക്രവർത്തി ഠാക്കൂർ പറയുന്നു, സൂത ഗോസ്വാമി ആദ്യം പറഞ്ഞിരുന്നു, കാര്യം ഒരുപാട് ചോദ്യങ്ങൾ ശൗനകാദി ഋഷികൾ ചോദിച്ചിട്ടുണ്ട് തുടക്കത്തിൽ. പരീക്ഷിത്ത് മഹാരാജാവിന്റെ ജന്മത്തെക്കുറിച്ചും പരീക്ഷിത്ത് മഹാരാജാവിന്റെ കർമ്മവും, അല്ലെങ്കിൽ പരീക്ഷിത്ത് മഹാരാജാവ് കർമ്മം എന്ന് പറഞ്ഞാൽ അദ്ദേഹം എങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തിന്റെ ആ ഒരു ഭരണവും കാര്യങ്ങളൊക്കെ. അതിനുശേഷം പിന്നെ ചോദ്യം ഉണ്ടായിരുന്നു പരീക്ഷിത്ത് മഹാരാജാവിന്റെ വിയോഗത്തെക്കുറിച്ചും. അപ്പൊ ജന്മത്തെക്കുറിച്ച് ചോദിച്ചിട്ട് കുറെയായി. പക്ഷേ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ സൂത ഗോസ്വാമി പരീക്ഷിത്ത് മഹാരാജിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങുന്നു. പക്ഷെ തുടങ്ങുമ്പോഴേക്കും അദ്ദേഹത്തിന്റെ ആ ടോപ്പിക് മാറിപ്പോകുന്നു. പിന്നീട് ഭഗവാനെ കുറിച്ച് പറയുന്നു. കാര്യം ഭഗവാൻ ഹസ്തിനാപുരത്തില് ഭഗവാൻ ഉണ്ടായിരുന്നതും കുന്തി മഹാറാണിയുടെ സ്തുതിയും ഭീഷ്മ പിതാമഹന്റെ സ്തുതിയും എല്ലാം പിന്നീടാണ് വരുന്നത്. ആക്ച്വലി അതിനും ഒരുപാട് മുമ്പ് തന്നെ ശൗനകാദി ഋഷികൾ സൂത ഗോസ്വാമിയോട് ചോദിച്ചിട്ടുണ്ട് പരീക്ഷിത്ത് മഹാരാജാവിന്റെ ജന്മത്തെ കുറിച്ച് പറയാൻ. പക്ഷെ അദ്ദേഹം ട്രാക്ക് മാറിപ്പോന്നു. കാര്യം ഭഗവാന്റെ അതിമനോഹരമായിട്ടുള്ള ലീലകളിൽ മുഴുകി സൂത ഗോസ്വാമി കുറച്ചൊന്ന് ചോദ്യം ചോദിച്ചു. അതിനുത്തരം നേരിട്ട് പറയാൻ തുടങ്ങുന്നേക്കാൾ മുമ്പ് അദ്ദേഹം ഒന്ന് അവിടെ നിന്ന് സൈഡ് ട്രാക്ക് ഒന്ന് മാറുന്നു. അതിനുശേഷം കുന്തിസ്തുതി നമ്മൾ കാണുന്നു, ഭീഷ്മസ്തുതി കാണുന്നു. ഇനി ഭഗവാൻ ദ്വാരകയിലേക്ക് പ്രവേശിക്കുന്നത് നമ്മൾ കാണുന്നു. കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ കണ്ടു എങ്ങനെയാണ് രാജ്ഞിമാരുമായിട്ട് ഭഗവാന്റെ ആ ഒരു സ്നേഹബന്ധം എങ്ങനെയാണ് എന്നുള്ളതും അതിമനോഹരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ, കൃഷ്ണനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം ഈ അധ്യായങ്ങളിലൊക്കെ നമ്മൾ പഠിച്ചത്. അപ്പോൾ ശൗനകാദി ഋഷികൾ ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ് സൂത ഗോസ്വാമിയെ. കാര്യം അവരും മതിമറന്നിരിക്കുകയായിരുന്നു ഭഗവാന്റെ ലീലകൾ കേട്ടപ്പോൾ. എന്നാൽ അത് പറഞ്ഞതിന് ശേഷം ഇപ്പോൾ വീണ്ടും പഴയ ചോദ്യം തന്നെ ചോദിക്കുന്നു, ഓർമ്മിപ്പിക്കുന്നു. പരീക്ഷിത്ത് മഹാരാജാവിന്റെ ജന്മത്തെക്കുറിച്ച് ഞങ്ങൾക്ക് കേൾക്കണമെന്ന് അതിയായിട്ടുള്ള ആഗ്രഹമുണ്ട്, പറഞ്ഞു തന്നാലും എന്ന് പറയുന്നു. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. ഉത്തരയുടെ ഗർഭപാത്രത്തിൽ ജനിച്ച പരീക്ഷിത്ത് മഹാരാജാവ്, അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു എന്നുള്ളത് നമുക്കറിയാം. ഇതിനു മുമ്പ് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ബ്രഹ്മാസ്ത്രം വരുന്നതും ഭഗവാൻ അശ്വത്ഥമാവിടുന്ന ബ്രഹ്മാസ്ത്രം വരുന്നു, ഭഗവാൻ കൃഷ്ണൻ നേരിട്ട് അദ്ദേഹത്തെ രക്ഷിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ശീലപ്രഭുജി പറയുന്നു, ഇങ്ങനെ ഈ ശൗനകാദി ഋഷികൾ ഭഗവാനെ കുറിച്ച് കേട്ടപ്പോൾ അവരും മതിമറന്ന് ആ ഒരു ഭാവത്തിലായിരുന്നു. സൂത ഗോസ്വാമിയും അതേ ഭാവത്തിലായിരുന്നു. അപ്പോൾ ചിലപ്പോൾ പരിശുദ്ധ ഭക്തര്, വരിഷ്ഠരായിട്ടുള്ള ഭക്തര്, അവര് ഭഗവാനെ കുറിച്ച് പറയുന്ന സമയത്ത് ചിലപ്പോൾ ഏതെങ്കിലും ടോപ്പിക് ആയിരിക്കും അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നിന്ന് ചിലപ്പോൾ വേറെ ദിശയിലേക്ക് പോയി, ഭഗവാനെ കുറിച്ചുള്ള കാര്യങ്ങൾ തന്നെയാണ്, ദിശയൊന്ന് മാറി ഒന്ന് പിന്നെ വീണ്ടും കുറെ കഴിഞ്ഞ് പിന്നെയായിരിക്കും ചിലപ്പോൾ തിരിച്ചു വരുന്നത്. ചിലപ്പോൾ ആ സമയം ആകുമ്പോഴേക്കും ക്ലാസ് എടുക്കാനുള്ള സമയം ഒരുപക്ഷെ പോയിട്ടുണ്ടാവാം. അങ്ങനെയൊക്കെ സംഭവിക്കാം ചിലപ്പോൾ. ഇത് മനഃപൂർവ്വം ചെയ്യുന്നതല്ല. പരിശുദ്ധ ഭക്തർ, ആത്മാർത്ഥതയുള്ള ഭക്തര്, അവര് ഹരികഥ പറയുന്നത് അവര് ഇവിടെ നിന്നല്ല, തലയിൽ നിന്നല്ല വരുന്നത്, ഹൃദയത്തിൽ നിന്നാണ് വരുന്നത്. ഹൃദയത്തിൽ നിന്ന് അത് വരുമ്പോൾ അവരുടെ നിയന്ത്രണത്തിലല്ല ഇരിക്കുന്നത്, ഭഗവാനാണ് നിയന്ത്രിക്കുന്നത്. വ്യാസാസനത്തിലിരുന്ന് ഹരികഥ പറയുമ്പോൾ ഭഗവാനാണ് നിയന്ത്രിക്കുന്നത്. അല്ലാതെ നമ്മൾ നോട്ടെല്ലാം പ്രിപ്പയർ ചെയ്ത് ഇങ്ങനെ വെച്ച് ഇപ്പോൾ പവർ പോയിന്റ് പ്രസന്റേഷൻ ഓഫീസിലൊക്കെ നമ്മൾ ചെയ്യുന്ന പോലെ, മീറ്റിംഗ്സിനും അല്ലെങ്കിൽ ട്രെയിനിങ്ങിനൊക്കെ ചെയ്യുന്ന പോലെയൊക്കെ മനോഹരമായിട്ടുള്ള സ്ലൈഡുകളൊക്കെ ഉണ്ടാക്കി അത് വെച്ച് പ്രസന്റ് ചെയ്യുമ്പോൾ അത് ഹൃദയത്തിൽ നിന്ന് വരുന്നതല്ല പലപ്പോഴും. അതും ഹൃദയത്തിൽ നിന്ന് വരുന്നതാക്കി പറയാൻ സാധിക്കും, പറ്റില്ല എന്നുള്ളതല്ല. എന്നാലും അത് അതിലൊരു പ്രിപ്പറേഷൻ അല്ലെങ്കിലും ഹരികഥ പറയുന്ന ഒരാൾക്ക് നാച്ചുറലി അവർക്ക് അതിനെക്കുറിച്ചുള്ള അറിവുണ്ടാവും. എന്നാലും വ്യാസാസനത്തിൽ ഇരിക്കുന്ന സമയത്ത് ഭഗവാൻ, ചൈത്യഗുരുവായിട്ടുള്ള ഭഗവാനും ഗുരുവും ആചാര്യന്മാരും ആ വ്യക്തിയെ കൊണ്ട് പറയിപ്പിക്കുന്നു. ഇതാണ് സംഭവിക്കുന്നത്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ പലപ്പോഴും നമ്മൾ ഒരുപക്ഷെ കാണുമായിരിക്കാം, നമ്മൾ ഒരു ടോപ്പിക് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നിന്ന് മാറിപ്പോയി പിന്നെ കുറെ കഴിയുമ്പോഴാണ് ഓർക്കുന്നത് എവിടെ
എവിടെ നിന്ന് തുടങ്ങി എവിടെ ഇപ്പോൾ എത്തി എന്നുള്ളത് ആ പറയുന്ന ആളും കേൾക്കുന്ന ആളുകളും പിന്നീടായിരിക്കും അറിയുന്നത്. കാര്യം അവരും രസകരമായിട്ട് അവരും ആ ഒരു ഭാവത്തിൽ കേൾക്കുന്ന ആൾക്കാരും കേൾക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ചില ആളുകൾക്ക് ഇതെല്ലാം ഇറിറ്റേഷൻ ആയിരിക്കും. കാര്യം ഈവൻ ഹരികഥ കേൾക്കുന്നവരിലും പല കാറ്റഗറി ഓഫ് ആളുകളുണ്ട്. ചിലവര് അവര് ഹരികഥയുടെ ആ മാധുര്യം കേട്ട് കഴിഞ്ഞാൽ ഭഗവാനെ കുറിച്ചുള്ള കാര്യങ്ങളും ഭക്തരെ കുറിച്ചുള്ള കാര്യങ്ങളും കേൾക്കുമ്പോൾ അതിന്റെ മാധുര്യത്തിൽ അതിന്റെ സ്വീറ്റ്നെസ്സിൽ അവർ മതിമറന്നിരിക്കുന്നു. അവർക്കിപ്പോ ടോപ്പിക് ഏതാണോ എന്താണോ എന്നുള്ളതല്ല, ഭഗവാനെ കുറിച്ച് കേൾക്കുക, ആ ശ്രവിക്കുക, ഭഗവാനെ സ്മരിക്കുക, ആ പറയുന്ന കാര്യങ്ങളൊക്കെ ഓർക്കുക, ഇതാണ് അവർ ചെയ്യുന്നത്. ചിലവരുണ്ട് ഇതെല്ലാം ശ്രദ്ധിക്കും. അതായത് എന്ത് ശ്രദ്ധിക്കുന്നു? ടോപ്പിക് മാറിപ്പോകുന്നുണ്ടോ, ഡീവിയേറ്റ് ആയി പോകുന്നുണ്ടോ? നമ്മൾ സിനിമാ കാര്യമൊന്നല്ല പറയുന്നത്. ഈ ടോപ്പിക് ഭഗവാനെ കുറിച്ച് പറയുന്നത് മാറ്റിവെച്ച സിനിമാ കഥയോ സീരിയലിന്റെ കഥയോ അല്ല പറയുന്നത്, ഭഗവാനെ കുറിച്ചുള്ള കഥകൾ തന്നെ. ഇപ്പോൾ ഒരുപക്ഷെ നമ്മൾ കഴിഞ്ഞ ദിവസം ഞാൻ പറയുന്നില്ല, പക്ഷെ ചില ഭക്തർ പറയുന്നത് കേട്ടിട്ടുണ്ടാവും. സ്കന്ധം ഒന്നായിരിക്കും നമ്മൾ ചർച്ച ചെയ്യുന്നത്, പക്ഷെ ചില ശ്ലോകങ്ങളൊക്കെ നമ്മൾ കാണുമ്പോൾ അത് ദശമസ്കന്ധത്തിലേക്ക് പോകുന്നു. ദശമസ്കന്ധത്തിൽ ഉള്ള ഭഗവാന്റെ ബാല്യലീലകളും അങ്ങനെയുള്ള പല കാര്യങ്ങളും വരുന്നു. ഇതെല്ലാം നാച്ചുറൽ ആയിട്ട് വരുന്നതായിരിക്കാം. അപ്പോൾ അത് ചിലപ്പോൾ ചില ആളുകൾ അതിനെ ക്രിട്ടിസൈസ് ചെയ്യും, ടോപ്പിക് മാറിപ്പോകുന്നു എന്ന് പറയും. പക്ഷെ ഇവിടെ നോക്കൂ, ഇതെല്ലാം ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. ശൗനകാദി ഋഷികൾക്കും സംഭവിച്ചു, സൂതഗോസ്വാമിക്കും സംഭവിക്കുന്നു. അപ്പൊ ഇതെല്ലാം ആ ഭക്തന്റെ ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഭക്തരിൽ നിന്ന് പറയുമ്പോൾ കേൾക്കുന്ന ആളുകളും അതേ ഒരു ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകളാണെങ്കിൽ അവരും ആ ടോപ്പിക്കിൽ മതിമറന്ന് ഇരിക്കുന്നു. അപ്പോൾ അതാണ് ഇതിൽ നിന്ന് പഠിക്കാവുന്ന, ഈ ഒരു ശ്ലോകത്തിൽ നിന്ന് പഠിക്കാവുന്ന കാര്യം. രണ്ടാമത്തെ ശ്ലോകം. ഞാൻ ശ്ലോകം വായിച്ചില്ല എന്ന് തോന്നുന്നു അല്ലെ? അതോ റെക്കോർഡിങ്ങിന് മുമ്പാണോ? ഇല്ല, വായിച്ചിട്ടില്ലേ പ്രഭുജി? വായിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, പറഞ്ഞു കഴിഞ്ഞു. വായിക്കാം ഞാൻ ശ്ലോകം മാത്രം. ശൗനകോ വാച അശ്വത്ഥാംനോപസൃഷ്ടേന ബ്രഹ്മശീഷ്ണോനു തേജസ ഉത്തരായാ ഹതോ ഗർഭ ഇഷേനാജീവിത പുനഃ. വിവർത്തനം വായിച്ചോളൂ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ ശൗനക ഉവാച അശ്വത്ഥാംനോ ഉപസൃഷ്ടേന ബ്രഹ്മശീഷ്ണോരു തേജസ ഉത്തരായാഹതോ ഗർഭ ഈശേന ആജീവിത പുന. വിവർത്തനം ഭാവാർത്ഥം ശ്രീരാ പ്രഭുപാദ് ഗീതേ. ശൗനക ഋഷി പറഞ്ഞു, അശ്വത്ഥാമാവിനാൽ അയക്കപ്പെട്ട ഭീഷണവും അലംഘ്യവുമായ ബ്രഹ്മാസ്ത്രത്താൽ പരീക്ഷിത്ത് മഹാരാജാവിന്റെ മാതാവായ ഉത്തരയുടെ ഗർഭം നശിപ്പിക്കപ്പെട്ടു. എന്നാൽ പരമപുരുഷ ഭഗവാനാൽ പരീക്ഷിത്ത് മഹാരാജാവ് രക്ഷിക്കപ്പെട്ടു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്തു. ശില വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂർ എന്ത് പറയുന്നു, ശില പ്രഭുപാദി ഭാവാർത്ഥത്തിൽ എന്ത് പറയുന്നു എന്നുള്ളത്. ശ്ലോകം 2. തസ്യ ജന്മ മഹാബുദ്ധേ കർമാണി ച മഹാത്മനഃ നിധനം ച യതൈവാസീത് സപ്രേത്യാഗതവാൻ യഥാ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്ലോകം 2. ഓം നമോ ഭഗവതേ വാസുദേവായ. തസ്യ ജന്മ മഹാബുദ്ധേ കർമാണി ച മഹാത്മനഃ നിധനം ച യദൈവാസീത് സപ്രേത്യാഗതവാൻ യഥാ. വിവർത്തനം ശ്രീല പ്രഭുപാദക്ക് ജയ്. അതിബുദ്ധിമാനും ശ്രേഷ്ഠ ഭക്തനുമായ പരീക്ഷിത്ത് ചക്രവർത്തി ആ ഗർഭത്തിൽ ജനിച്ചത് എപ്രകാരമാണ്? അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചത് എങ്ങനെയാണ്? മരണാനന്തരം അദ്ദേഹം പ്രാപ്തമാക്കിയത് എന്ത്? ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭുജി. ഹരേ കൃഷ്ണ. അപ്പോൾ ചോദ്യങ്ങൾ വീണ്ടും ശൗനകാദി ഋഷികൾ ഒന്നുകൂടെ ചോദിക്കുന്നു. പരീക്ഷിത്ത് മഹാരാജാവിന്റെ ജന്മത്തെക്കുറിച്ച്, അദ്ദേഹത്തിന്റെ എങ്ങനെയാണ് ജനിക്കുന്നത്, മരണം എങ്ങനെ സംഭവിച്ചു, മരണത്തിന് ശേഷം അല്ലെങ്കിൽ എങ്ങനെയാണ് അദ്ദേഹം ആ മരണത്തെ സ്വീകരിച്ചത് എന്നുള്ളതൊക്കെ. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആക്ടിവിറ്റീസ് എല്ലാം ചോദിക്കുന്നു. ജന്മം മുതൽ അവസാനം വരെയുള്ള അദ്ദേഹം ഭഗവാന്റെ അടുത്തേക്ക് പോകുന്ന വരെയുള്ള കാര്യങ്ങളാണ് അവർ കേൾക്കുവാൻ ആഗ്രഹിക്കുന്നത്. ശീല പ്രഭുപാദ് ജി പറയുന്നു,
പരീക്ഷിത് മഹാരാജാവ് അദ്ദേഹം ഭരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ നമ്മൾ ഇനിയും കാണും മുന്നോട്ട്. അദ്ദേഹം ഭരിക്കുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ്വാപരയുഗത്തിന്റെ അവസാന ഭാഗമാണ്, കലിയുഗത്തിന്റെ തുടക്ക ഭാഗമാണ്. അല്ലെങ്കിൽ കലിയുഗം തുടങ്ങാനുള്ള സമയമായി. കാര്യം സന്ധി സമയമാണ്. പരീക്ഷിത് മഹാരാജാവ് ഭരിക്കുന്ന സമയത്തും കലി എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു എൻട്രി നമ്മൾ കാണുന്നുണ്ട്. ഇനിയുള്ള അധ്യായങ്ങളിൽ അതെല്ലാം നമ്മൾ ചർച്ച ചെയ്യും. അങ്ങനെ അദ്ദേഹം വേണ്ട ശിക്ഷകൾ കൊടുക്കുന്നു കലിക്ക്. ഇതെല്ലാം നമ്മൾ ഇനി കാണാൻ പോകുന്നതാണ്. അപ്പൊ ശ്രീല പ്രഭുപാദി അതിനെക്കുറിച്ചൊക്കെ ഒരു ചെറുതായിട്ട് ഒരു ഹിന്റ് പറയുന്നു, ഇനി സംഭവിക്കാൻ പോകുന്നത് എന്തൊക്കെയാണ് എന്നുള്ളത്. അതേപോലെ ജന്മത്തെക്കുറിച്ച് നമ്മൾ ഓൾറെഡി കുറച്ചെല്ലാം പറഞ്ഞിട്ടുണ്ട്. സോറി, പരീക്ഷിത് മഹാരാജാവ് ജന്മത്തെക്കുറിച്ച് നമുക്കറിയാം കുറച്ച് കാര്യങ്ങളൊക്കെ. അശ്വത്ഥമാവിന്റെ ബ്രഹ്മാസ്ത്രത്തിൽ നിന്ന് രക്ഷിച്ച കാര്യങ്ങളൊക്കെ, അതെല്ലാം കുറച്ചെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട്. ശ്രീല പ്രഭുപാദി ഒന്നുകൂടെ പറയുന്ന ഒരു കാര്യം, പരീക്ഷിത് മഹാരാജാവ് വിഷ്ണു നേരിട്ട് അല്ലെങ്കിൽ ഭഗവാൻ നേരിട്ട് അദ്ദേഹത്തെ രക്ഷിച്ചിട്ടുണ്ട്. കാര്യം ബ്രഹ്മാസ്ത്രം വന്ന സമയത്ത് ഭഗവാനെ ഉത്തരമാത ആശ്രയിക്കുന്നു, പൂർണ്ണമായിട്ടും ശരണം പ്രാപിക്കുന്നു. ആ സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? ഭഗവാൻ ഗർഭപാത്രത്തിൽ കയറി പ്രൊട്ടക്ട് ചെയ്യുന്നു ശരിക്കും. അതാണ് സംഭവിക്കുന്നത്. ഇനി കഴിഞ്ഞ ദിവസം എനിക്ക് ഒരു ചോദ്യം വന്നിരുന്നു ഒരു ഭക്തരിൽ നിന്ന്. ഞാൻ അതിന് ഉത്തരം അവർക്ക് അയക്കാൻ വിട്ടുപോയി. മാതാജി ഇവിടെ ഉണ്ടെങ്കിൽ ചോദ്യം എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ പരീക്ഷിത് മഹാരാജാവ് ജനിക്കുന്നത് ചാപ്പിള്ളയായിട്ടാണ് എന്നുള്ളതൊക്കെ, അതിനുശേഷം ഭഗവാൻ വീണ്ടും, ഒരു മിനിറ്റ് പറയട്ടെ, അതിനുശേഷം വീണ്ടും അദ്ദേഹത്തെ ജീവിപ്പിക്കുന്നത് ഭഗവാനാണെന്നുള്ളതൊക്കെ. എന്തായാലും ഭാഗവതത്തിൽ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും പറയുന്നില്ല. അതുകൊണ്ട് അതിന്റെ റെഫറൻസ് എന്താണെന്നും എനിക്കറിയില്ല. എന്താണെങ്കിലും ഭാഗവതമാണ് നമ്മൾ ഇപ്പോൾ റെഫർ ചെയ്യുന്നത്. ഭാഗവതത്തിൽ ഭഗവാൻ ഗർഭപാത്രത്തിൽ കയറി അവിടെ ഒരു വലയം സൃഷ്ടിച്ചു, അങ്ങനെ പരീക്ഷിത് മഹാരാജാവിനെ രക്ഷിച്ചു എന്നാണ് പറയുന്നത്. കൂടുതൽ കാര്യങ്ങൾ എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. അറിയുന്നവരോട് ചോദിച്ചാൽ നന്നായിരിക്കും. ഏത് ശാസ്ത്രത്തിലാണ് പറയുന്നത്, എവിടെയാണ് പറയുന്നത് എന്നുള്ളതൊക്കെ കൂടുതൽ ഡീറ്റെയിൽസിന് എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. അപ്പോൾ ഇവിടെ ശ്രീല പ്രഭുപാദി പറയുന്നു അത് ജന്മത്തെക്കുറിച്ച്. പിന്നീട് ബ്രാഹ്മണപുത്രൻ അദ്ദേഹത്തെ ശപിക്കുന്നു. ആ ശാപം പരീക്ഷിത് മഹാരാജാവ് ഒരു അനുഗ്രഹം, ഭഗവാൻ അനുഗ്രഹമായിട്ട് എടുക്കുന്നു. കാര്യം എന്താണ്? കാര്യം അദ്ദേഹത്തിന്റെ ആ ഒരു പരിശുദ്ധിയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സാധാരണ ഒരു ഭക്തനല്ല പരീക്ഷിത് മഹാരാജാവ്. സാധാരണ ഒരു ഭക്തനല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധ ഭക്തനാണ്. സാധാരണ നമ്മളെ പോലുള്ള ഒരു സാധകനല്ല, അദ്ദേഹം പരിശുദ്ധ ഭക്തനാണ്. അതുകൊണ്ട് വരുന്ന ജീവിതത്തിൽ വന്നിട്ടുണ്ടായിരുന്ന ഒരു പ്രശ്നം പോലും, അതിയായിട്ടുള്ള ഒരു ആപത്ത് പോലും അദ്ദേഹം ഭഗവാന്റെ കൃപയായിട്ട് മനസ്സിലാക്കുന്നു. ശ്രീല പ്രഭുപാദ് പറയുന്നു, ഒരു പരിശുദ്ധ ഭക്തൻ ഭഗവാനോടൊന്നും ചോദിക്കില്ല, ശാപം പോലും അത് അനുഗ്രഹമായിട്ട് എടുക്കുന്നു. ശ്രീല പ്രഭുപാദ് ഈ ഒരു ഭാവാർത്ഥത്തിൽ പറയുന്നു. എന്നാൽ അതിന്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കുന്നു. ബ്രാഹ്മണൻ അതായത് ഒരു മെച്യൂരിറ്റി ഇല്ലാത്ത, പ്രായമാവാത്ത ഒരു കുട്ടിയാണ് പരീക്ഷിത് മഹാരാജാവിനെ ശപിക്കുന്നത്. അപ്പോൾ ശ്രീല പ്രഭുപാദ് അവിടെ പറയുന്നു, കലിയുടെ തുടക്കമാണ് ഇതെല്ലാം. കലിയുഗത്തിൽ ഇതേപോലെ പലതും സംഭവിക്കും. അപ്പോൾ കലിയുഗം തുടങ്ങാറായിട്ടുണ്ട്, ആ സമയത്ത് നടന്നിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു പ്രഭാവം തുടങ്ങി, ബ്രാഹ്മണരുടെ ആ ഒരു പതനം കാണുന്നു. ബ്രാഹ്മണ കുലത്തിന്റെ കാര്യം, ആ ഒരു ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകളൊക്കെ കുറഞ്ഞു വരുന്നു. അതെല്ലാം നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നു എന്ന് പറയുന്നു. മൂന്നാമത്തെ ശ്ലോകം, തദ് ഇദം ശ്രോതുമിച്ഛാമോ ഗതിതും യദി മന്യസേ ബ്രൂഹീനാ ശ്രദ്ധധാനാനാം യസ്യ ജ്ഞാനം മദാച്ഛുക. ഹരേ കൃഷ്ണ. പ്രഭു ചൊല്ലട്ടെ. ഹരേ കൃഷ്ണ. തദിദം ശ്രോതുമിച്ഛാമോ ഗതിതും യദി മന്യസേ ബ്രൂഹിനാ ശ്രദ്ധധാനാനാം യസ്യ ജ്ഞാനമദാശുകാം. വിവർത്തന ശ്രീല പ്രഭുപാദർ കി ജയ്. ശുകദേവ ഗോസ്വാമി ആർക്കാണോ അതീന്ദ്രിയ ജ്ഞാനം പകർന്നു നൽകിയത്
അദ്ദേഹത്തെ പരിശുദ്ധ മഹാരാജാവിനെ കുറിച്ച് സാദരം ശ്രവിക്കാൻ ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നു. ദയവായി ഈ വിഷയത്തെക്കുറിച്ച് ശുകദേവ് ഗോസ്വാമിയിൽ നിന്ന് നേരിട്ട് ശ്രീമദ് ഭാഗവതം കേട്ടിട്ടുള്ള വ്യക്തിയാണ് ശ്രീ പരീക്ഷിത്ത് മഹാരാജാവ്. ശുകദേവ് ഗോസ്വാമി നേരിട്ട് ആ അതീന്ദ്രിയ ജ്ഞാനം പരീക്ഷിത്ത് മഹാരാജാവിന്റെ ഹൃദയത്തിലേക്ക് കൊടുക്കുന്നു, ട്രാൻസ്ഫർ ചെയ്യുന്നു. ശ്രീമദ് ഭാഗവതം ഭക്ഷണം കഴിക്കാതെ, വെള്ളം കുടിക്കാതെ, ഉറങ്ങാതെ രണ്ടുപേരും, ശുകദേവ് ഗോസ്വാമിയും പരീക്ഷിത്ത് മഹാരാജാവും, പറയുന്ന ഭഗവാനെ കുറിച്ച് കീർത്തനം ചെയ്യുന്ന വ്യക്തിയും ശ്രവിക്കുന്ന വ്യക്തിയും രണ്ടുപേരും അങ്ങനെയാണ് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നത് ഗംഗാതീരത്ത്. അപ്പോൾ ആ പരീക്ഷിത്ത് മഹാരാജാവിനെ കുറിച്ച് ഞങ്ങൾ കേൾക്കുവാൻ ആഗ്രഹിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ശീല പ്രഭുപാദി ഭാവാർത്ഥത്തിൽ സൂചിപ്പിക്കുന്നു, പരീക്ഷിത്ത് മഹാരാജാവ് എങ്ങനെയായിരുന്നു? വളരെ ശ്രദ്ധയുള്ള, വളരെ നല്ലൊരു ശിഷ്യൻ, ഒരു സ്റ്റുഡന്റ് ആയിരുന്നു, ഒരു വിദ്യാർത്ഥിയെ പോലെയാണ് അദ്ദേഹം ശുകദേവ് ഗോസ്വാമി, അദ്ദേഹത്തിന്റെ ഗുരുവായിട്ടുള്ള ശുകദേവ് ഗോസ്വാമിയിൽ നിന്ന് ഭാഗവതം കേൾക്കുന്നത്. വളരെ ശ്രദ്ധയോടുകൂടി, അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്തകളോ അല്ലെങ്കിൽ കാര്യങ്ങളോ വേറെ ഒന്നും ചർച്ചകളോ ഒന്നും ഇല്ലാതെ ഒരേ ഒരു കാര്യം മാത്രം ഭഗവാനെ കുറിച്ച് ശ്രവിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. അതിമനോഹരം. പരീക്ഷിത്ത് മഹാരാജാവ്, അതുകൊണ്ടാണ് പരീക്ഷിത്ത് മഹാരാജാവിനെ ശ്രവണത്തിന്റെ ഏറ്റവും വലിയ, ശ്രവിക്കുന്ന ആളെ ആരാ, അല്ലെങ്കിൽ ശ്രവണം കൊണ്ട് ഭഗവത് പ്രാപ്തി സ്വീകരിച്ചിട്ടുള്ള അല്ലെങ്കിൽ കിട്ടിയിട്ടുള്ള വ്യക്തി എന്ന് പറയുമ്പോൾ പരീക്ഷിത്ത് മഹാരാജാവിന്റെ പേര് മുമ്പിൽ തന്നെ വരുന്നു. കാര്യം ഊണും ഉറക്കവുമില്ലാതെ അദ്ദേഹം 7 ദിവസം ശ്രദ്ധ, ഒരു നിമിഷം പോലും ശ്രദ്ധ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാതെ അദ്ദേഹം ഭാഗവതം കേൾക്കുന്നു. ശീല പ്രഭുപാദ് പറയുന്നു ഇവിടെ ഭാവാർത്ഥത്തിൽ, ഇങ്ങനെയുള്ള ശ്രവണം കീർത്തനം രണ്ടും, അതായത് പരിശുദ്ധ ഭക്തനിൽ നിന്ന് കേൾക്കുക, അതേപോലെ ക്വാളിഫിക്കേഷൻ ഉള്ള ഒരു ഭക്തൻ അത് ഒരു പരിശുദ്ധ ഭക്തൻ പറയുക, ഒരു ശുദ്ധ ഭക്തൻ അത് കേൾക്കുക. ആ ഒരു ക്വാളിഫിക്കേഷൻ ഉള്ളത് പറയുന്ന ആൾക്കും കേൾക്കുന്ന ആൾക്കും ഭാഗവതം, ഭഗവാനെ കുറിച്ചുള്ള കാര്യം ഇത്. അപ്പോൾ അതിന്റെ ബെനിഫിറ്റ് എല്ലാവർക്കും ഉണ്ടാവുന്നു. കേൾക്കുന്ന ആൾക്കും ഉണ്ട്, പറയുന്ന ആൾക്കും ഉണ്ട്. മാത്രമല്ല നമ്മുടെ ആചാര്യന്മാർ വേറൊരു കാര്യം കൂടെ പറയുന്നു. വേറെ ഒരാൾക്ക്, അതായത് 3 തരത്തിലാണ് പറയുന്നത്, 3 ലെവലിലായിട്ടാണ് പറയുന്നത്. അതായത് കേൾക്കുന്ന ആൾക്ക് തീർച്ചയായിട്ടും ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. അതായത് ഭഗവാനെ കുറിച്ച് കേൾക്കുമ്പോൾ അതിന് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട് അവർക്ക്. ആത്മീയ പുരോഗതിക്ക് സഹായിക്കുന്നു. സ്പിരിച്വൽ ക്രെഡിറ്റ് അവർക്ക് കിട്ടുന്നു. 1 കേൾക്കുന്ന ആൾക്ക്. ഇനി 2 കേട്ടുകൊണ്ട് കേൾക്കുന്നു, കൂട്ടത്തിൽ ചോദ്യങ്ങളും കൂടെ ചോദിക്കുന്നു, സംശയങ്ങളും കൂടെ ചോദിക്കുന്നു, അവർക്ക് കുറച്ചും കൂടെ ക്രെഡിറ്റ് കൂടുതൽ കിട്ടുന്നു. ഇതെല്ലാം ആചാര്യന്മാര് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ വെറുതെ കേൾക്കുന്നു, ചോദ്യമൊന്നുമില്ല, നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു, അതിനും ഡെഫിനറ്റ്ലി ബെനിഫിറ്റ് ഉണ്ട്. എന്നാൽ കേൾക്കുന്നു, ചോദ്യങ്ങൾ ചോദിക്കുന്നു. എങ്ങനെയാണ് പരീക്ഷിത്ത് മഹാരാജാവ് ഒന്നും മിണ്ടാതെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു? അല്ല, കേൾക്കുന്നതിന്റെ ഇടയിൽ ചില സമയത്ത് അദ്ദേഹം അങ്ങോട്ട് ചോദ്യവും ചോദിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ഒന്നും കൂടെ പറയാവോ? അതായത് ചിലപ്പോൾ ശുകദേവ് ഗോസ്വാമി സ്പീഡ് കൂടി പോകുന്നു. സ്പീഡ് കൂട്ടുന്നത് കാര്യം സമയമില്ല, 7 ദിവസം ഉള്ളൂ സമയം പരീക്ഷിത്ത് മഹാരാജാവിന്. അദ്ദേഹത്തിന് ഓൾറെഡി 7ാമത്തെ ദിവസം അദ്ദേഹം ഈ ലോകം വിട്ട് ഭഗവാന്റെ അടുത്തേക്ക് പോകുന്ന അറിയാം. പക്ഷെ അതിനു മുമ്പ് ഭാഗവതം പറയണം, ഭാഗവതം മുഴുവനും അദ്ദേഹത്തിനെ കേൾപ്പിക്കണമെന്നുള്ള ആഗ്രഹം ശുകദേവ് ഗോസ്വാമിക്ക് ഉണ്ടായിരുന്നു. ശുകദേവ് ഗോസ്വാമി ചില ടോപ്പിക് വരുമ്പോൾ കുറച്ച് വേഗത കൂട്ടുന്നു, അല്ലെങ്കിൽ ആ സമയത്ത് പരീക്ഷിത്ത് മഹാരാജാവ് നിർത്തുന്നു, പറയുന്നു അല്ലല്ല അതിനെക്കുറിച്ച് കൂടുതൽ കേൾക്കണം. അല്ലെങ്കിൽ ചില കാര്യങ്ങൾ പറയുമ്പോൾ അതിൽ നിന്ന് കേൾക്കുമ്പോൾ അതിൽ നിന്ന് ചോദ്യങ്ങളും വരുന്നു. അതനുസരിച്ച് പരീക്ഷിത്ത് മഹാരാജാവ് വേറെ ചോദ്യങ്ങളും ചോദിക്കുന്നു. പരീക്ഷിത്ത് മഹാരാജാവ് അതുകൊണ്ട് കേൾക്കൽ മാത്രമല്ല ചോദ്യങ്ങളും ചോദിക്കുന്നുണ്ടായിരുന്നു. അതാണ് 2. അപ്പൊ രണ്ടാമത്തെ ലെവൽ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ, അതായത് വെറുതെ കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ ആത്മീയ പുരോഗതിക്ക് സഹായിക്കുന്നു. കേൾക്കുന്നു, കൂട്ടത്തിൽ ചോദ്യങ്ങളും ചോദിക്കുന്നു. ഇനി 3ാമത്തെ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്നത് ആ പറയുന്ന വ്യക്തിക്കാണ്. പറയുന്ന വ്യക്തിക്ക് അതിന് തീർച്ചയായിട്ടും ബെനിഫിറ്റ് ഉണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ ആ പറയുന്ന സമയത്ത് ഭഗവാനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ഭഗവാൻ ആ ടോപ്പിക്കാണ് ചർച്ച ചെയ്യുന്നത്, വേറെ വിഷയങ്ങളല്ല. അതുകൊണ്ട് അവര് ഫുൾ ആ ഒരു ഫോക്കസ് അതിൽ. സാധാരണ ഇത് ഒരു ശുദ്ധഭക്തർ പറയുമ്പോഴും കേൾക്കുമ്പോഴും ഉള്ള കാര്യങ്ങളാണ് പറയുന്നത്, നമ്മളെ പോലുള്ളവരുടെ പറയലും കേൾക്കലും അല്ല. എന്നാൽ ആ ഒരു ലെവലിലുള്ള ആളുകളുടെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ അതാണ്
ഇവിടെ ശില പ്രഭുപാജി സൂചിപ്പിക്കുന്നത്. കേൾക്കുന്നവർക്കും പറയുന്നവർക്കും, ഭഗവാനെ കുറിച്ച് പറയുന്നവർക്കും, ഭാഗവതം പറയുന്നവർക്കും കേൾക്കുന്നവർക്കും ഒരേപോലെ ഗുണമുണ്ട് എന്നുള്ളത് പറയുന്നു. പിന്നീട് ശില പ്രഭുപാദ് പറയുന്നു, പരീക്ഷിത്ത് മഹാരാജാവ് ശ്രവണത്തിന്റെയും ശുകദേവ ഗോസ്വാമി കീർത്തനത്തിന്റെയും ഈ രണ്ട് പ്രോസസ്സ്, ഈ രണ്ട് കാര്യങ്ങളുടെയും ഏറ്റവും മുകളിൽ വരുന്ന രണ്ട് വ്യക്തികളാണ് എന്നുണ്ട്. ശ്രവണം പരീക്ഷിത്ത് മഹാരാജാവിനെ പോലെ ശ്രദ്ധയോടുകൂടി ശ്രവിക്കുമ്പോൾ അതുകൊണ്ട് ഭാഗവതം മുഴുവനും, ലോകം മുഴുവനും ആളുകൾക്ക് പരീക്ഷിത്ത് മഹാരാജാവിന്റെ ആ ക്വാളിറ്റി, ശ്രവണം എന്ന് പറയുന്ന ക്വാളിറ്റി പറയുന്നു. ശുകദേവ് ഗോസ്വാമിയുടെ കീർത്തനം അദ്ദേഹം നിർത്താതെ 7 ദിവസം ഭഗവാനെ കുറിച്ച് സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് ശുകദേവ് ഗോസ്വാമി. ഇനി സ്മരണം ഉണ്ട്, പാദസേവനമുണ്ട്, അതെല്ലാം നമുക്കറിയാം. സ്മരണം പ്രഹ്ലാദ മഹാരാജ്, അതേപോലെ പാദസേവനം ലക്ഷ്മി ദേവി, അങ്ങനെ എല്ലാ നവവിധ ഭക്തികളെ ഓരോ വ്യക്തികളും ഉണ്ട്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ അതിനെ കുറിച്ച് പറയുന്നില്ല. പ്രഭുപാദ് ഒരു കാര്യം കൂടെ, പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ പറയുന്നു. ആത്മീയമായിട്ടുള്ള, അതീന്ദ്രിയമായിട്ടുള്ള ആ ഒരു തിരിച്ചറിവ് നമുക്ക് വേണമെങ്കിൽ, കിട്ടണമെങ്കിൽ അതെങ്ങനെയാണ് സാധിക്കുന്നത്? ശ്രവണത്തിലൂടെയും കീർത്തനത്തിലൂടെയും മാത്രമാണ്. അല്ലാതെ ഇത് സംഭവിക്കാൻ പോകുന്നില്ല എന്നാണ് പറയുന്നത്. വേറെ ഒരു വഴിയില്ല. ശ്രവണവും കീർത്തനവുമാണ് നമ്മളെ ആത്മീയ പുരോഗതിയിൽ, ഈ പാതയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് നിരന്തരം നമ്മൾ കേൾക്കുക, ശ്രവിക്കുക, പറയുക, ചൊല്ലുക, അല്ലെങ്കിൽ നാമം ചൊല്ലുക, കീർത്തനം, അല്ലെങ്കിൽ ഭഗവാനെ സ്തുതിക്കുക, ഭഗവാനെ കുറിച്ച് ചർച്ച ചെയ്യുക. ഈ ശ്രവണം കീർത്തനത്തിലൂടെയും നമുക്ക് ഒരുപാട് ആത്മീയ പുരോഗതി സംഭവിക്കുന്നുണ്ട്. അമ്പലത്തിൽ പോയി നമ്മൾ പ്രാർത്ഥിക്കും, അല്ലെങ്കിൽ പൂജകൾ ചെയ്യുന്നേക്കാൾ, ശരിക്കും പറയുകയാണെങ്കിൽ ആ പൂജ മൂർത്തി വിഗ്രഹം ചെയ്യുന്നതിനേക്കാൾ ഒരുപാട് ശക്തിയാണ് ഇതിനുള്ളത്. കാര്യം ആ ശ്രീമൂർത്തി വിഗ്രഹം ചെയ്യുവാനുള്ള ആ ഭാവം നമുക്ക് വേണമെങ്കിൽ ശ്രവണവും കീർത്തനവും ഇല്ലെങ്കിൽ ആ ഭാവം വരില്ല. അപ്പോൾ ഇതെല്ലാം കണക്റ്റഡ് ആണ്. എന്നാൽ ഏറ്റവും അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, നവവിധ ഭക്തിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് ശ്രവണവും കീർത്തനം എന്നുള്ളത്. നമ്മൾ ഇതിനെക്കുറിച്ച് ഇതിനു മുമ്പും ഒരുപാട് പ്രാവശ്യം ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ നൈമിഷാരണ്യത്തിലുള്ള ഈ അവിടെയുള്ള ഋഷിവര്യന്മാരെല്ലാവരും പരീക്ഷിത്ത് മഹാരാജാവിനെ കുറിച്ച് കേൾക്കുവാൻ ഒരുപാട് ആഗ്രഹിക്കുന്നു. അതനുസരിച്ച് അവര് ചോദ്യങ്ങൾ ചോദിക്കുന്നു. ശിലപ്രഭുപാദ് അവസാനം, ഈ ഭാവത്തിന്റെ അവസാനത്തെ വരിയിൽ അദ്ദേഹം പറയുന്നു, ഈ ഒരു പ്രോസസ്സ്, അതായത് ശ്രവണം കീർത്തനം എന്ന് പറയുന്നത്, പ്രത്യേകിച്ചും ശ്രവണത്തെ കുറിച്ച് പറയുമ്പോൾ പരീക്ഷിത്ത് മഹാരാജാവിനെ അദ്ദേഹം അത്ര ശ്രദ്ധയോടുകൂടിയാണ് കേൾക്കുന്നത്. പറയുന്ന വ്യക്തി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ആത്മീയ ഗുരുവും ശുകദേവ് ഗോസ്വാമി. അദ്ദേഹം പറയുന്നു, ഈ ഒരു ശ്രവണമാവട്ടെ കീർത്തനമാവട്ടെ, ഈ പ്രക്രിയ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വിഷയമേ അല്ല. പക്ഷേ ഇത് ആരാണോ ആത്മാർത്ഥതയോടുകൂടി ചെയ്യുന്നത്, അത് പറയുന്ന വ്യക്തിയും കേൾക്കുന്ന വ്യക്തി ആത്മാർത്ഥതയോടുകൂടി ഈ പ്രോസസ്സ് ആരാണോ ശ്രവണവും കീർത്തനവും ചെയ്യുന്നത്, അങ്ങനെയുള്ളവർക്ക് അതിന്റെ ബെനിഫിറ്റ്, ശരിക്കുമുള്ള ബെനിഫിറ്റ് കിട്ടുന്നു. ഇല്ലെങ്കിൽ ശരിക്കും കിട്ടേണ്ടതായിട്ടുള്ള ബെനിഫിറ്റ് കിട്ടില്ല. തീർച്ചയായിട്ടും ബെനിഫിറ്റ് കിട്ടും, എല്ലാവർക്കും അതിന്റെ ഗുണം കിട്ടുന്നുണ്ട്. എന്നാലും ശരിക്കും ഗുണം വേണമെങ്കിൽ ഈ ഒരു കാര്യം, ശ്രവണവും കീർത്തനവും വളരെ ആത്മാർത്ഥതയോടുകൂടി ചെയ്യണം. ഇത് ഏത് നവവിധ ഭക്തി, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന എന്ത് കാര്യമാണെങ്കിലും അങ്ങനെയാണ്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരു സിൻസിയറിറ്റി വളരെ അത്യാവശ്യമാണ്. ഇല്ലെങ്കിൽ അതിന് ആ ഒരു സക്സസ് എത്ര കിട്ടാം, ആ ഒരു കാര്യത്തിൽ നിന്ന് സക്സസ് കിട്ടില്ല. നമ്മൾ ആ ഒരു എഫേർട്ട് എടുത്തില്ലെങ്കിൽ. എഫേർട്ടിന് ഒരുപാട് പ്രസക്തിയുണ്ട്. നമ്മൾ പറയും, ഓക്കെ, എല്ലാം ഭഗവാനാണ് ചെയ്യുന്നത്, നമ്മൾ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? തീർച്ചയായിട്ടും ആവശ്യമുണ്ട്. നമ്മുടെ പരിശ്രമം, ഭഗവാന്റെ കൃപയും, രണ്ടും ആവശ്യമാണ്. കൃപയില്ലെങ്കിൽ ഒന്നും നടക്കില്ല, പരിശ്രമം ഇല്ലെങ്കിലും ശരിയല്ല. പരിശ്രമം അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് ശ്രീല രൂപ ഗോസ്വാമി പറയുന്നത്, ഉത്സാഹ നിശ്ചയ ധൈര്യ, ഉത്സാഹം വേണം എന്നുള്ളത്. ഭക്തിയിൽ ഉത്സാഹം വേണം, അല്ലാതെ ആ ഒരു എന്തൂസിയാസം വേണം, ഇല്ലെങ്കിൽ മുന്നോട്ട് പോവില്ല. അപ്പോ എന്തൂസിയാസം വേണമെങ്കിൽ ഈ ഒരു പ്രോസസ്സിനോട്, ഈ ഒരു കാര്യത്തോട് നമുക്കൊരു ആത്മാർത്ഥത വേണം. ഇല്ലെങ്കിൽ നമുക്ക് ആ ഒരു എന്തൂസിയാസം അല്ലെങ്കിൽ ഉത്സാഹം ഉണ്ടാവില്ല. ഓക്കെ, 4ാമത്തെ ശ്ലോകം. സൂത ഉവാച അപീപലധർമ്മരാജ
പിതൃവത് രഞ്ജയൻ പ്രജാഃ നിഷ്പൃഹ സർവകാമേഭ്യ കൃഷ്ണപാദാനുസേവയ. പ്രഭുജി വായിച്ചോട്ടെ. ഓക്കെ. ഓം നമോ ഭഗവതേ വാസുദേവായ. സൂത ഉവാച അബീഫലധർമ്മരാജ പിതൃവത് രഞ്ജയൻ പ്രജാഃ നിസ്പൃഹ സർവകാമേഭ്യ കൃഷ്ണപാദാനുസേവയ. വിവർത്തനം. ശ്രീല പ്രഭുപാദർ കി ജയ്. ശ്രീ സൂതഗോസ്വാമി പറഞ്ഞു, യുധിഷ്ഠിര ചക്രവർത്തി തന്റെ ഭരണകാലത്തെ എല്ലാവർക്കും ഉദാരമായ ഭരണമാണ് കാഴ്ചവെച്ചത്. അദ്ദേഹം ശരിക്കും ഒരു പിതാവിനെ പോലെ തന്നെയായിരുന്നു. അദ്ദേഹത്തിന് സ്വന്തമായി യാതൊരു അഭിലാഷവും ഇല്ലായിരുന്നു. മാത്രവുമല്ല, ശ്രീകൃഷ്ണ ഭഗവാന്റെ പാദാംബുജങ്ങളുടെ നിരന്തര സേവനത്താൽ അദ്ദേഹം എല്ലാവിധ ഇന്ദ്രിയ ആസ്വാദനങ്ങളിൽ നിന്നും സ്വതന്ത്രനായിരുന്നു. ഹരേ കൃഷ്ണ. കൃഷ്ണ. യുധിഷ്ഠിര മഹാരാജാവിന്റെ ഗുണങ്ങളെ കുറിച്ച് വീണ്ടും പറയുന്നു. സൂതഗോസ്വാമി പരീക്ഷിത്ത് മഹാരാജാവിനെ കുറിച്ച് പറയുന്നേക്കാൾ മുമ്പ് നോക്കൂ, യുധിഷ്ഠിര മഹാരാജാവിനെ കുറിച്ച് പറയുന്നു. കാര്യം യുധിഷ്ഠിര മഹാരാജാവിന്റെ അതേ പരമ്പരയിൽ വരുന്നതാണ് പരീക്ഷിത്ത് മഹാരാജാവ്. അതേ ക്വാളിറ്റീസ്, അതേ ഗുണങ്ങള് പരീക്ഷിത്ത് മഹാരാജാവിനും ഉണ്ട്. അതുകൊണ്ട് അത് ആദ്യം ആ ഒരു ഫാമിലി, ആ ഒരു കുടുംബം, ആ ഒരു ലീനിയേജിനെ കുറിച്ച് പറയുന്നു. യുധിഷ്ഠിര മഹാരാജാവിന്റെ ഗുണങ്ങൾ, അതായത് അദ്ദേഹം എങ്ങനെയാണ് രാജ്യം ഭരിച്ചിരുന്നത്, എല്ലാവരോടും എല്ലാവരെയും ഒരേപോലെ കാണുന്നു. പിന്നെ അദ്ദേഹം പിതൃവത്, എല്ലാവരുടെ അച്ഛനെ പോലെയായിരുന്നു. അച്ഛനെ പോലെ അത്രമാത്രം ഉത്തരവാദിത്വം എടുക്കുമായിരുന്നു. അത്രമാത്രം സ്നേഹമുണ്ട്. അച്ഛന് മക്കളോടുള്ള സ്നേഹം പോലെ റെസ്പോൺസിബിലിറ്റി എടുക്കുന്നു. മാത്രമല്ല സ്നേഹിക്കുന്നു. മാത്രമല്ല വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുന്നു. അതെല്ലാം അച്ഛന്റെ കടമ. അപ്പൊ ഒരു രാജാവ് ആയിട്ടുള്ള, ചക്രവർത്തി ആയിട്ടുള്ള യുധിഷ്ഠിര മഹാരാജാവ്, അദ്ദേഹം എല്ലാ പ്രജകളെയും, അത് മനുഷ്യരെ മാത്രമല്ല മൃഗങ്ങളെയും എല്ലാവരെയും ഒരേപോലെ കാണുന്നു, ഒരു അച്ഛനെ പോലെ. രഞ്ജയൻ പ്രജഃ, അദ്ദേഹത്തിന് എല്ലാ പ്രജകളെയും അദ്ദേഹം സന്തോഷിപ്പിക്കുന്നു. മാത്രമല്ല നിഷ്പൃഹ സർവകാമേഭ്യ, അദ്ദേഹത്തിന് സ്വന്തമായിട്ടുള്ള എന്തെങ്കിലും, അതായത് സ്വാർത്ഥമായിട്ടുള്ള ഒരു ഇന്ദ്രിയ സുഖങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളോടും ഒന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല. ലോകം മുഴുവനും ഭരിക്കുന്ന വ്യക്തിയാണ്. പക്ഷേ അദ്ദേഹത്തിന് ഈ ഒരു രാജ്യത്തോടോ അദ്ദേഹത്തിന്റെ ആ ഒരു സ്ഥാനത്തോടോ ഒന്നും അദ്ദേഹത്തിന് ഒരു ആസക്തി ഉണ്ടായിരുന്നില്ല. നിഷ്പൃഹ സർവകാമേഭ്യ, ഒരു തരത്തിലുള്ള ഇന്ദ്രിയ സുഖങ്ങൾക്കും അദ്ദേഹം വില കൊടുത്തിരുന്നില്ല. അദ്ദേഹം അങ്ങനെയുള്ള ഒരു ആഗ്രഹങ്ങളും ഒന്നും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. കാരണം എന്താണ്? ഇതാണ് അവസാനത്തെ വരിയാണ് ഇമ്പോർട്ടന്റ്. ഈ ക്വാളിറ്റീസ് ഒക്കെ യുധിഷ്ഠിര മഹാരാജാവിന് ഉള്ളത് എന്തുകൊണ്ടാണ്? കാരണം എന്താണ്? വേറൊന്നുമല്ല, കൃഷ്ണപാദാനുസേവയ. നിരന്തരം എല്ലായ്പ്പോഴും ഭഗവാനെ അദ്ദേഹം സേവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭഗവാന്റെ തൃപ്പാദങ്ങൾ, ശ്രീപാദങ്ങൾ സേവിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് എല്ലാവിധ ക്വാളിറ്റീസും ഉണ്ടാവുന്നു. വേറൊന്നും അദ്ദേഹത്തിന് കാര്യം എല്ലാം ഭംഗിയായി നടക്കുന്നുണ്ട്. അത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടും എല്ലാം ഭംഗിയായിട്ട് ഭഗവത് സേവനമായിട്ട് കണ്ടുകൊണ്ടാണ് അദ്ദേഹം ചെയ്യുന്നത്. അതുകൊണ്ട് സ്വന്തമായിട്ടുള്ള സ്വാർത്ഥമായിട്ടുള്ള ഒരു ആഗ്രഹങ്ങളോ ഒന്നും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. ഇത് നമുക്കുള്ള പാഠമാണ്. കൃഷ്ണപാദാനുസേവയ, ഭഗവാനെ സേവിക്കുക എന്നുള്ള ഒരേ ഒരു ആഗ്രഹത്തോടുകൂടി നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്ന ആ ഒരു കാര്യം സക്സസ്ഫുൾ ആവും. നമ്മൾ ഡീൽ ചെയ്യുന്ന ആളുകൾക്ക് സന്തോഷം ഉണ്ടാവും നമ്മളുമായിട്ട് ഇടപഴകുമ്പോൾ. അതേപോലെ ഇന്ദ്രിയ സുഖങ്ങളോ അല്ലെങ്കിൽ സ്വാർത്ഥമായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇവിടെ ഭൗതിക ലോകത്തിലെ എന്തെങ്കിലും ഇന്ദ്രിയ സുഖങ്ങളോടും നമുക്കും താല്പര്യവും ഉണ്ടാവില്ല. അപ്പോൾ കാര്യം, ഫോക്കസ് എവിടെയാണോ, മെയിൻ കാര്യം എന്താണോ, കൃഷ്ണപാദാനുസേവയാണ്. കൃഷ്ണപാദാനുസേവയാണെങ്കിൽ, അതിൽ നമ്മൾ വ്യാപൃതരായി മുഴുകിയിരിക്കുകയാണെങ്കിൽ, ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഭഗവത് സേവനമായി കണ്ടുകൊണ്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും വേറൊരു ലെവലിലായിരിക്കും. യുധിഷ്ഠിര മഹാരാജാവ് അങ്ങനെയായിരുന്നു. നമുക്ക് യുധിഷ്ഠിര മഹാരാജാവിനെ ഇമിറ്റേറ്റ് ചെയ്യാൻ സാധിക്കില്ല. നമ്മളാരും ആ ഒരു ലെവലിലല്ല. എന്നാലും ഇതാണ് സ്റ്റാൻഡേർഡ്. എങ്ങനെ ഭഗവാനെ സേവിക്കണം എന്നുള്ളത് അതൊന്ന് ആലോചിക്കണം. ഇത്രയും വലിയൊരു പൊസിഷനിൽ ലോകം മുഴുവനും ഭരിക്കുന്ന ഒരാളുടെ റെസ്പോൺസിബിലിറ്റിയും നമ്മളെ പോലുള്ള ഒരു ചെറിയൊരു
ഒരു ഫാമിലി, ചെറിയൊരു ഫാമിലി, ഇതേപോലെ കോടാനുകോടി കണക്ക് കുടുംബങ്ങളുണ്ട് ഈ ലോകത്ത്. എന്നാൽ യുധിഷ്ഠിര മഹാരാജാവ് ഇതിന്റെ എല്ലാത്തിന്റെയും മുകളിൽ അച്ഛനെ പോലെ നിൽക്കുന്നു. അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വവും നമ്മളെ പോലുള്ള 3-4 പേര് വീട്ടിലുള്ള ആളുകളുടെ ഉത്തരവാദിത്വവും വ്യത്യാസം എത്രയുണ്ട്? ഒന്നുമില്ല. നമ്മളൊന്നും ആ ഒരു പിക്ചറിലില്ല, കടുകുമണിയുടെ പോലും ഇല്ല സത്യം പറയുകയാണെങ്കിൽ. പക്ഷെ നോക്കൂ, ആ ഭാവം എന്താണ്? അദ്ദേഹം ലോകം മുഴുവനും ഭരിക്കുന്ന രാജാവാണ്. അദ്ദേഹത്തിന്റെ ആ ഒരു ഭാവം എന്താണ്? അദ്ദേഹം കൃഷ്ണപാദാനുസേവയെ സദാസമയം ഭഗവാനെ സേവിക്കുന്നു. അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഭഗവത് സേവനമായി കണ്ടുകൊണ്ട് ആ ഒരു ഭാവത്തിലാണ് അദ്ദേഹം ചെയ്യുന്നത്. അപ്പോൾ റെസ്പോൺസിബിലിറ്റീസ് കൂടിയത് കൊണ്ട് ഭഗവാനെ മറക്കുക എന്ന് പറയുന്നത് അത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. ചിലപ്പോൾ പറയൂ, സമയമില്ല പ്രഭു, സമയമില്ല മാതാജി, കാര്യം ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്, അത് ചെയ്യണം, ഇത് ചെയ്യണം, വീട്ടിലെ കാര്യം നോക്കണം, ഓഫീസിലെ കാര്യം നോക്കണം, കുട്ടികളുടെ കാര്യം നോക്കണം, അപ്പുറത്തെയും ഇപ്പുറത്തെയും ആളുകളുടെ കാര്യം നോക്കണം, മാതാപിതാക്കളുടെ കാര്യം. റെസ്പോൺസിബിലിറ്റീസ് ഒരുപാടുണ്ട്. ശരിയാണ്, റെസ്പോൺസിബിലിറ്റീസ് ഒരുപാടുണ്ട്. അതുകൊണ്ട് നാമം ചൊല്ലാൻ സമയമില്ല, ഭാഗവതം ക്ലാസ്സിന് വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ സമയമില്ല, സത്സംഗത്തിന് വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ പറയും കുറെ വേറെ കാര്യങ്ങളുണ്ട്, ഒരുപാട് 100 കണക്കിന് നമുക്ക് ന്യായങ്ങളുണ്ട്. യുധിഷ്ഠിര മഹാരാജാവിനെ നോക്കൂ, അദ്ദേഹം ലോകം മുഴുവനും ഭരിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു രാജാവിന് എത്രമാത്രം റെസ്പോൺസിബിലിറ്റി ഉണ്ട്. പക്ഷെ എന്നാലും അദ്ദേഹം ഭഗവത് സേവനത്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അദ്ദേഹം തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ നേരിട്ടുള്ള സേവനങ്ങൾ മാത്രമല്ല, അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഭഗവത് സേവനമായി കണ്ടുകൊണ്ട് അദ്ദേഹം ചെയ്യുന്നു. അതാണ് ഇങ്ങനെയുള്ള ഉദാഹരണങ്ങളൊക്കെ നമുക്ക് ഭാഗവതത്തിൽ തന്നിട്ടുള്ളത്. അല്ലെങ്കിൽ ഇതെല്ലാം ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നത്, ഇതേപോലുള്ള പരിശുദ്ധ ഭക്തരെ കുറിച്ച് പറഞ്ഞു തരുന്നത് എന്താണ് ശരിക്കും എങ്ങനെയായിരിക്കണം എന്ന് കാണിച്ചു തരുവാണ് ചെയ്യുന്നത്. ഇതേപോലെ അർജുനനോട് പറഞ്ഞു, മാം അനുസ്മര യുദ്ധ്യച്ച, യുദ്ധം ചെയ്യാൻ പറഞ്ഞു കുരുക്ഷേത്ര യുദ്ധകളത്തിൽ. അർജുനൻ ഭഗവാൻ പറയുന്നതനുസരിച്ച് ചെയ്തു, ഭഗവത് സേവനമായി കണ്ടുകൊണ്ട് ആ ഒരു കാര്യം ചെയ്യുന്നു. അപ്പോൾ അദ്ദേഹം അതിമനോഹരമായിട്ട് ആ ദൗത്യം ചെയ്യുന്നു. ആ റെസ്പോൺസിബിലിറ്റി അദ്ദേഹം എടുത്തുകൊണ്ട് ആ കാര്യം ചെയ്തു കൊടുക്കുന്നു ഭഗവാൻ പറയുന്നതനുസരിച്ച്. ഒന്ന് ആലോചിച്ച് നോക്കണം, യുദ്ധം പോലെ, അതും 60 കോടിയോ എത്രയോ കോടി ആളുകളാണ് അവിടെ കുരുക്ഷേത്ര യുദ്ധക്കളത്തിൽ ഉണ്ടായിരുന്നത്. അത്രയും ആളുകളുടെയും രഥങ്ങളും കുതിരകളും ആനകളും എന്തിനു പറയണം, അത്രമാത്രം ശബ്ദവും കോലാഹലവും നടക്കുന്ന സ്ഥലമാണ്. ആ സമയത്ത് ഭഗവാനെ ഓർത്തുകൊണ്ട് യുദ്ധം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അർജുനന് മാത്രമേ പറ്റുള്ളൂ. അത്രമാത്രം കാര്യം ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെ? അതുകൊണ്ടാണ് ഭഗവത്ഗീത എന്തുകൊണ്ട് യുദ്ധകളത്തിൽ പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ കാര്യം, ഇത് ഇത്രയും നിർണായകമായിട്ടുള്ളൊരു അവസരം വേറെ ഒരു സംഭവം ഇല്ല വേറെ. അങ്ങനെയുള്ളൊരു ഘട്ടമാണ്, വളരെ നിർണായകമായിട്ടുള്ള സംഭവമാണ്. ആ ഒരു സ്ഥലത്ത് വെച്ചുകൊണ്ട് ഭഗവത്ഗീത പറയുന്നതിന്റെ പ്രസക്തി അതാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തില് അർജുനന് ആ ഭഗവത്ഗീത കേൾക്കുവാനും സാധിച്ചു. ഭഗവാൻ അത് പറഞ്ഞു കൊടുക്കുന്നു. കേട്ടുകൊണ്ട് അർജുനൻ ഭഗവാൻ പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കുന്നു. അപ്പോൾ നമ്മളെ പോലുള്ള ആളുകളുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ, ഇതേപോലെ കുരുക്ഷേത്ര യുദ്ധം പോലെ ഉള്ള വലിയ വലിയ കാര്യങ്ങളൊന്നും നമുക്ക് നേരിടേണ്ട ആവശ്യം വന്നിട്ടില്ല, വരികയില്ല. ചെറിയ ചെറിയ കാര്യങ്ങളാണ് നമുക്ക് വരുന്നത്. ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, അതുമായിട്ട് നമ്മളൊരു കമ്പാരിസൺ ചെയ്യുമ്പോൾ, പക്ഷെ എന്നാലും നമുക്ക് അതുപോലും താങ്ങാൻ സാധിക്കുന്നില്ല. നമ്മൾ ഭഗവാനെ മറക്കുന്നു. അപ്പോൾ യുദ്ധക്കളം പോലുള്ള ഒരു സാഹചര്യമാണെങ്കിൽ നമ്മൾ എപ്പോൾ മറന്നു? മറക്കാൻ ഓർക്കുക എന്ന് പറയുന്നത് നമ്മുടെ പിക്ചറിലേ ഇല്ല, ഡിക്ഷണറിയിലേ ഉണ്ടാവില്ല. എന്നാൽ അർജുനൻ നോക്കൂ, അതെല്ലാം കേട്ട് അദ്ദേഹം വേണ്ടതായിട്ടുള്ള രീതിയിൽ ഭഗവാൻ ആഗ്രഹിച്ച പോലെ കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ ഇതിനെല്ലാത്തിനും പ്രസക്തിയുണ്ട്. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളും കേൾക്കുന്ന കാര്യങ്ങളും ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം പറഞ്ഞു തരുന്നത്. ഇങ്ങനെയാണ്, ഇതാണ് സംഭവം. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് എന്ത് പഠിക്കണം, ഇത് പഠിച്ചുകൊണ്ട് എങ്ങനെ ഇത് നമ്മുടെ ലൈഫിൽ, ഓരോരുത്തരുടെയും ലൈഫിൽ അപ്ലൈ ചെയ്യണം എന്നുള്ളത് ഭാഗവതവും ഭഗവത്ഗീതയെല്ലാം നമ്മളെ പഠിപ്പിക്കുന്നു. ഓക്കെ, ഇവിടെ ശീല പ്രഭുപാദ് ഭാവാർത്ഥത്തിൽ
യുധിഷ്ഠിര മഹാരാജാവിനെ സ്തുതിക്കുന്നു. അദ്ദേഹത്തിന്റെ കാലഘട്ടത്ത്, അദ്ദേഹം ഭരിക്കുന്ന കാലത്ത് എല്ലാവർക്കും ഒരുപാട് സന്തോഷമായിരുന്നു. കാര്യം അദ്ദേഹം ഭഗവാന്റെ പരിശുദ്ധ ഭക്തനാണ്. ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഭഗവത് സേവനമായിട്ടാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത് എന്നാണ് പറയുന്നത്. ഒരു അച്ഛൻ എങ്ങനെയാണോ മക്കളെ നോക്കുന്നത്, അതേപോലെയാണ് ഓരോ പ്രജകളെയും അദ്ദേഹം നോക്കിക്കൊണ്ടിരുന്നത്, ലോകം മുഴുവനും. അതാണ് അദ്ദേഹത്തിന്റെ ക്വാളിറ്റി, യുധിഷ്ഠിര മഹാരാജാവിന്റെ ക്വാളിറ്റി. അതുകൊണ്ട് തന്നെയാണ്, ഈ ഒരു ക്വാളിറ്റീസ് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഭഗവാൻ ഇത്രയും പ്രിയപ്പെട്ടത്. യുധിഷ്ഠിര മഹാരാജാവിന് എത്ര ഇഷ്ടമാണ് ഭഗവാന്. യുധിഷ്ഠിര മഹാരാജാവ് എത്ര പ്രാവശ്യം ഭഗവാൻ ദ്വാരകയിലേക്ക് പോകാൻ വേണ്ടി മുതിരുന്നു. അവിടെ അദ്ദേഹം യുധിഷ്ഠിര മഹാരാജാവ് പറയുമ്പോൾ അവിടെ നിൽക്കും. അദ്ദേഹം പറയും, ശരി, കുറച്ചു മാസം കൂടെ ഞാൻ നിൽക്കാം. യുധിഷ്ഠിര മഹാരാജാവ് എന്തെങ്കിലും ഒരു റിക്വസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണൻ നോ എന്ന് പറയാൻ സാധിക്കില്ല അദ്ദേഹത്തിന്. കാര്യം അത്രമാത്രം ഇഷ്ടമാണ്. കാര്യം ആ ഒരു പരിശുദ്ധിയുണ്ട് അദ്ദേഹത്തിന്. അങ്ങനെയുള്ളൊരു ശുദ്ധഭക്തനാണ് യുധിഷ്ഠിര മഹാരാജാവ്. പറയേണ്ട മറ്റുള്ള അദ്ദേഹത്തിന്റെ സഹോദരങ്ങളും എല്ലാവരും ഒരേപോലെ. എന്നാൽ യുധിഷ്ഠിര മഹാരാജാവ് തീർച്ചയായിട്ടും ഒരു വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ്. ഇവിടെ വേറൊരു പാഠം കൂടെ നമുക്ക് പഠിക്കാം. കാര്യം യുധിഷ്ഠിര മഹാരാജാവ് അദ്ദേഹം ഭരിക്കുന്ന സമയത്ത് എല്ലാവരെയും കൃഷ്ണാവബോധത്തിൽ മുന്നോട്ട് വരാൻ വേണ്ടി അതിനുവേണ്ട എല്ലാ സാഹചര്യങ്ങളും അദ്ദേഹം ഒരുക്കി കൊടുത്തിരുന്നു. മാത്രമല്ല, അദ്ദേഹത്തിന് ഒരുപാട് സന്തോഷമായിരുന്നു എങ്ങനെയാണ് ആളുകൾ ഈ ഭക്തിയുത സേവനങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരുന്നത്. ഭഗവത് സേവനങ്ങളൊക്കെ ആളുകൾ ചെയ്യുന്നത് കാണുമ്പോൾ അദ്ദേഹത്തിന്റെ രാജ്യത്ത് യജ്ഞങ്ങൾ നടക്കുന്നു, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇതുപോലെ ഭക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നത് കാണുമ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് ആനന്ദമുണ്ടായിരുന്നു ഇതെല്ലാം കാണുമ്പോൾ. അപ്പോൾ ഇതേപോലെ ആയിരിക്കണം ഇപ്പോൾ നമ്മൾ ടെമ്പിൾ പ്രസിഡന്റ് ആണ്, അല്ലെങ്കിൽ നമ്മൾ ഒരു സെന്ററിന്റെ ഹെഡ് ആണ്, പ്രസിഡന്റ് ആണ്, അല്ലെങ്കിൽ ഒരു ഭക്തിവൃക്ഷ നടത്തുന്നതിന്റെ ലീഡർ ആണ് എന്നൊക്കെ വിചാരിക്കാം. ചിലപ്പോൾ അങ്ങനെയുള്ള പൊസിഷൻസ് ഒക്കെ നമുക്കുണ്ടാവാം. അപ്പോൾ എപ്പോഴും ഓർക്കുക യുധിഷ്ഠിര മഹാരാജാവിനെ. അദ്ദേഹം എങ്ങനെയാണോ ഓരോരുത്തരെയും, ഒരു അച്ഛൻ എങ്ങനെയാണോ മക്കളെ കാണുന്നത്, അതേപോലെ എല്ലാവരെയും ഒരേപോലെ സപ്പോർട്ട് ചെയ്യുന്നു. അവരുടെ ആത്മീയ പുരോഗതി കാണുമ്പോൾ അച്ഛന് സന്തോഷം തോന്നുന്ന പോലെ സന്തോഷം തോന്നണം. അല്ലാതെ ഇന്നലെ വന്നതാണ്, പക്ഷെ നോക്കൂ ഒരുപാട് സ്പീഡിൽ പോകുന്നു, ഞാൻ വന്ന സമയത്ത് എനിക്ക് ഇത്ര സാധിച്ചില്ലായിരുന്നു, നോക്കൂ വളരെ ചെറിയ ചുരുക്കം സമയം കൊണ്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്. നമുക്ക് അവരോടൊരു അസൂയ തോന്നാൻ പാടില്ല. അതൊക്കെ വളരെ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. ലീഡർക്ക് വേണ്ടതായിട്ടുള്ള ഒരു ക്വാളിറ്റി അല്ല. കാര്യം നമ്മളൊരു ലീഡർഷിപ്പിൽ ഇരിക്കുന്ന സമയത്ത് ഒരുപാട് ആളുകളുണ്ടാവും, പല ക്വാളിറ്റീസുള്ള ആളുകളുണ്ടാവും. അപ്പോൾ പല നല്ല രീതിയിൽ ഭക്തി സേവനങ്ങൾ ചെയ്യുന്നു, നല്ല രീതിയിൽ കീർത്തനങ്ങൾ ചെയ്യുന്നു, നല്ല ഭാവത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നു. ഈ പുരോഗതി കാണുമ്പോൾ സന്തോഷമാണ് വേണ്ടത്, മറിച്ച് അസൂയയും അല്ലെങ്കിൽ നമുക്കൊരു ഇൻസെക്യൂരിറ്റി കുറവ്, ഇനി നാളെ ഇവര് എന്റെ പൊസിഷൻ എടുത്താലോ അങ്ങനെയുള്ളൊരു ചോദ്യവും കാര്യങ്ങളൊക്കെ വരുന്നു. അപ്പൊ അങ്ങനെ ആയിരിക്കരുത്. യുധിഷ്ഠിര മഹാരാജാവാണ് നമ്മുടെ ഐഡിയൽ ആയിട്ടുള്ള ഒരു മോഡൽ. അതായത് എല്ലാവരെയും ഒരേപോലെ സപ്പോർട്ട് ചെയ്യുന്നു. മറ്റുള്ളവരുടെ ആ ഒരു പുരോഗതി കാണുമ്പോൾ അദ്ദേഹത്തിന് സന്തോഷം തോന്നണം. നമ്മളും ഓരോരുത്തരും, നമ്മൾ ലീഡേഴ്സ് ആണ്, ഭക്തിവൃക്ഷ ഇവൻ ചെറിയൊരു 10 പേര് 15 പേരുടെ ഭക്തിവൃക്ഷ എടുക്കുന്നുണ്ടെങ്കിൽ പോലും അതിൽ പോലും നമ്മൾ അങ്ങനെ ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഇതെല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എല്ലാവരെയും ഒരേപോലെ സപ്പോർട്ട് ചെയ്യുക, മറ്റുള്ളവരുടെ പുരോഗതിയിൽ സന്തോഷം കാണുക, അതേപോലെ അവര് മുന്നോട്ട് പോവാൻ വേണ്ടി ആഗ്രഹവും ഉണ്ടാവണം. അതായത് അച്ഛന് മക്കള് നന്നായി കാണാൻ ആഗ്രഹമുള്ള പോലെ, അതേപോലെ അച്ഛനെപ്പോഴും അച്ഛനും അമ്മയ്ക്കും മക്കള് നന്നായി കാണാൻ ആഗ്രഹമാണ് അല്ലെ. നന്നായി പഠിക്കണം, നല്ല ജോലി കിട്ടണം, അങ്ങനെയെല്ലാം അവർ സന്തോഷമായിട്ട് ജീവിക്കുന്നത് കാണുവാനാണ് അച്ഛനും അമ്മയും ആഗ്രഹിക്കുന്നത്. അതേപോലെ ഇതേപോലുള്ള ആത്മീയ ഈ സർക്കിളിലുള്ള ടെമ്പിൾ പ്രസിഡന്റ് ആവട്ടെ, കാര്യം നമ്മൾ എന്തുകൊണ്ട് ഇത് പറയുന്നു വെച്ചാൽ നമുക്ക് പ്രാക്ടിക്കലി ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. കാര്യം നമ്മൾ ആരും യുധിഷ്ഠിര മഹാരാജാവിനെ പോലെ രാജ്യം ഭരിക്കാൻ പോകുന്നില്ല. നമ്മുടെ കൺട്രോളിലുള്ളത് അല്ലെങ്കിൽ ചെറിയൊരു ഗ്രൂപ്പോ എന്ത് വേണമെങ്കിലാവട്ടെ, നമ്മുടെ ഉള്ളിൽ മറ്റുള്ളവരെ നല്ല രീതിയിൽ പുരോഗമിക്കുന്നത് കാണുവാൻ ഒരു ആഗ്രഹം വേണം. അതേപോലെ മറ്റുള്ളവർ പുരോഗതി അവർക്ക് സംഭവിക്കുമ്പോൾ അതിൽ സന്തോഷവും വേണം. എല്ലാവരെയും വേണ്ട സപ്പോർട്ടും കൊടുക്കണം. എന്നാൽ അവസാനം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അവർക്ക് പുരോഗതി നമ്മൾ കാണുന്നുണ്ട്, അല്ലെങ്കിൽ അവർ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്, അത് കാണുമ്പോൾ അതിന്റെ ക്രെഡിറ്റ് നമ്മൾ എടുക്കാൻ പാടില്ല.
ആ ക്രെഡിറ്റ് ഭഗവാനും ഗുരുവിനുമാണ് ഉള്ളത്. നമുക്കൊന്നുമില്ല, നമ്മൾ വെറും ഒരു ഉപകരണം മാത്രമാണ്. ചിലപ്പോൾ നമ്മുടെ ലീഡർഷിപ്പിൽ 100 ആള് ദീക്ഷ എടുക്കുന്നു, 200 ആള് ദീക്ഷ എടുക്കുന്നു. ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും, ഞാൻ ഗുരുവിന് വാക്ക് കൊടുക്കുന്നു, 100 ആളോ അല്ലെങ്കിൽ 200 ആളെയോ ഞാൻ ദീക്ഷ എടുപ്പിക്കാൻ ഞാൻ ശ്രമിക്കും, അല്ലെങ്കിൽ ഞാൻ അതിനുവേണ്ടി കാര്യങ്ങൾ ചെയ്യുമെന്നുള്ളത്. ഓക്കെ, നല്ല കാര്യമാണ്. നല്ല ഭാവത്തിൽ അത് ഗുരുവിന്റെ സേവനമായി കണ്ടുകൊണ്ട് നമുക്ക് ആളുകളെ ഇൻസ്പയർ ചെയ്യാം. അവർക്ക് ഹരേകൃഷ്ണ മഹാമന്ത്രം പറഞ്ഞു കൊടുക്കാം, 4 യമനിയമങ്ങൾ പാലിക്കുവാനുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത് സത്സംഗങ്ങളൊക്കെ അവർക്ക് കൊടുക്കുന്നു. അങ്ങനെ ഭക്തിയുത സേവനങ്ങൾ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്നു. ഇതെല്ലാം ചെയ്യുന്നു. പക്ഷെ ചെയ്യുന്നത് വളരെ ഉത്തമമാണ്, ഗുരുവിന്റെ ഒരു സേവനം തന്നെയാണ്. എന്നാൽ ആ ചെയ്യുന്ന വ്യക്തി ഒരിക്കലും ചിന്തിക്കരുത് ഇത് എന്റെ ക്രെഡിറ്റ് കൊണ്ടാണ് നടക്കുന്നത്, എന്റെ കഴിവ് കൊണ്ടാണ് നടക്കുന്നത് എന്നുള്ളത് ചിന്തിക്കുകയാണെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. യുധിഷ്ഠിര മഹാരാജാവ് ലോകം മുഴുവനും നല്ല രീതിയിൽ പോകുന്നു. പക്ഷെ അദ്ദേഹം അല്ല ക്രെഡിറ്റ്, ഇത് എന്റെ കഴിവ് കൊണ്ടാണ് ഞാൻ ലോകം മുഴുവനും ഇങ്ങനെ ഭരിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. മറിച്ച് എല്ലാം ഭഗവാന്റെ കൃപയാണ്, ഭഗവാന്റെ കാരുണ്യമാണ് എന്ന് മാത്രമാണ് അദ്ദേഹം ചിന്തിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെയായിരിക്കണം നമ്മുടെയും ചിന്ത. നമ്മുടെ കഴിവ് കൊണ്ടോ 100 ആളുകൾ ക്ലാസ്സിൽ വരുന്നു, 200 ആളുകൾ ക്ലാസ് കേൾക്കാൻ വരുന്നു, ആ വ്യക്തിയുടെ കഴിവ്, ആ വ്യക്തി ഇപ്പൊ ക്ലാസ് എടുക്കുന്ന വ്യക്തി അത് നമ്മുടെ ക്രെഡിറ്റ് ആയിട്ട് എടുക്കുവാണെങ്കിൽ അവിടെ പോയി മാർക്ക് പോയി ആ വ്യക്തിയുടെ മാർക്ക് പോയി. മറിച്ച് ഇത് ഭഗവാന്റെ കൃപയാണ്, ഗുരുവിന്റെ കൃപയാണ്, അവരാണ് ചെയ്യുന്നത്, നമ്മൾ വെറും ഒരു ഉപകരണം മാത്രം. അതാണ് ആ ഒരു ഭാവമാണ് നമ്മൾ ഓരോരുത്തരും ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടത്. കാര്യം നമ്മൾ പല ആളുകളെയും ഇൻസ്പയർ ചെയ്യുന്നുണ്ടാവും. ആ ഇൻസ്പിറേഷൻ കൊടുക്കുന്നത് ആക്ച്വലി നമ്മളിലൂടെ ഭഗവാനാണ് ഇൻസ്പയർ ചെയ്യുന്നത്, ഗുരുവാണ് ഇൻസ്പയർ ചെയ്യുന്നത്. ഓർക്കുക, നമ്മൾ ഉപകരണമായിരിക്കാം, സംശയമില്ല. നമ്മൾ മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്യാന്നുള്ളതല്ല, നമ്മളിലൂടെ ഭഗവാൻ വേറൊരാളെ ഇൻസ്പയർ ചെയ്യുന്നു. അങ്ങനെയാണ് സംഭവിക്കുന്നത്. ആക്ച്വലി ക്രെഡിറ്റ് എടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ മാർക്ക് നഷ്ടപ്പെടുന്നു. ആളുകൾ ഒരുപക്ഷെ നമ്മളെ ശ്രദ്ധിക്കുമായിരിക്കും, ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ടാവും, യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവും, അതൊക്കെ ഉണ്ടാവും. പക്ഷേ ഭഗവാനെ സന്തോഷിപ്പിക്കില്ല അതൊന്നും. ഭഗവാനെ സന്തോഷിപ്പിക്കുന്നത് നിസ്വാർത്ഥമായിട്ടുള്ള സേവനങ്ങൾ, നിസ്വാർത്ഥമായിട്ടുള്ള ഭാവത്തോടു കൂടി ഭഗവാനെ സേവിക്കുക. അതിലൊരു സ്ഥാനവും മാനം, പൂജ, ലാഭ, പ്രതിഷ്ഠ ഒന്നുമില്ലാതെ അവരുടെ നന്മ മാത്രം, ആളുകളുടെ നന്മ മാത്രം കണ്ടുകൊണ്ട് അവരെ സപ്പോർട്ട് ചെയ്യുക. ഇതാണ് ശരിക്കുമുള്ള സേവനം. അതിനുള്ള നല്ല ഉദാഹരണങ്ങളാണ് പരീക്ഷിത്ത് മഹാരാജാവും യുധിഷ്ഠിര മഹാരാജാവും. എന്തുകൊണ്ട് ഇതെല്ലാം പ്രഭുപാജിയും ആചാര്യന്മാരും പറയുന്നു, നമ്മളെ കാണിച്ചു തരുവാണ് ഇങ്ങനെയായിരിക്കണം ഒരാള് ലീഡർ എന്ന് പറഞ്ഞാൽ. അല്ലെങ്കിൽ നമ്മളൊരു ചെറിയൊരു ഗ്രൂപ്പിന്റെ ലീഡർ ആണെങ്കിൽ അവർക്കും ഈ ക്വാളിറ്റീസ്, അറ്റ്ലീസ്റ്റ് ഈ ക്വാളിറ്റീസ് ഉണ്ടാവുവാൻ ആഗ്രഹിക്കെങ്കിലും വേണം. അല്ലെങ്കിൽ മനസ്സിലാക്കിയിരിക്കണം, ഇതാണ് ഐഡിയൽ ആയിട്ടുള്ള കാര്യം. ഞാൻ എവിടെയാണോ, നമ്മൾ എവിടെയാണോ എന്നുള്ളൊരു നമുക്കൊരു ധാരണ വേണം. ഞാൻ ഇതിന്റെ അടുത്തെങ്ങാനും ഉണ്ടോ, അതോ അടുത്തെങ്ങാനും ഇല്ലേ, എവിടെയാണ്? ഇതെല്ലാം ചിന്തിച്ചില്ലെങ്കിൽ പിന്നെന്താണ് കാര്യം? അതാണ്. ഓക്കെ, ഒരു ശ്ലോകം കൂടെ നമുക്ക് നോക്കാം. 5-ാമത്തെ ശ്ലോകം. സമ്പദ കൃതവോ ലോക महिषी भ्रातरो मही जम्बुद्वीपाधिपत्यं च यशश्चात्रिदिवं गतम्. हरे कृष्ण प्रभु. ओम नमो भगवते वासुदेवाय. संपदा क्रदवो लोका महिषी भ्रातरो मही जम्बुद्वीपाधिपत्यं च यशश्चात्रिदिवं गतम्. വിവർത്തനം ശ്രീല പ്രഭുപാദർക്ക് ജയ്. സ്വർഗീയ ലോകങ്ങളിൽ പോലും യുധിഷ്ഠിര മഹാരാജാവിന്റെ ലൗകിക സമ്പത്ത് മികച്ച പ്രാപ്യസ്ഥാനം കൈവരിക്കാൻ ഉതകുന്ന അദ്ദേഹത്തിന്റെ യജ്ഞങ്ങൾ, അദ്ദേഹത്തിന്റെ രാജ്ഞി, ധീരന്മാരായ ഭ്രാതാക്കൾ, വിസ്തൃതമായ ഭൂപ്രദേശം, ഭൂലോകത്തിനു മീതെയുള്ള അദ്ദേഹത്തിന്റെ പരമാധികാരം, അദ്ദേഹത്തിന്റെ യശസ് തുടങ്ങിയവയെ കുറിച്ചുള്ള വൃത്താന്തം എത്തിച്ചേർന്നു. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. അപ്പൊ ഇവിടെ പറയുന്നു യുധിഷ്ഠിര മഹാരാജാവിന്റെ ആ ഒരു അദ്ദേഹം വളരെ ഫേമസ് ആയിരുന്നു. കാര്യം അദ്ദേഹം ലോകം മുഴുവനും
അദ്ദേഹം ഭരിച്ചിരുന്നത് ഭാരതഖണ്ഡം മാത്രമാണ്. ഓർക്കണം, ജംബുദ്വീപ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമണ്ഡലത്തെ 7ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. 5-ാമത്തെ സ്കന്ധത്തിൽ നമ്മൾ പഠിക്കുന്നു. അതിൽ ജംബുദ്വീപ് എന്ന് പറയുന്ന ഒരു ദ്വീപാണ്. ജംബുദ്വീപത്തിൽ വർഷങ്ങൾ, ഒരുപാട് അതിലൊന്ന് ഭാരതവർഷമാണ്. ഭാരതവർഷത്തിലെ ഒരു ചെറിയ ഭാഗമാണ് ഭാരതഖണ്ഡ. ആ ഭാരതഖണ്ഡ എന്ന് പറയുന്നതാണ് ഈ ഭൂമി എന്ന് പറയുന്നത്. നമ്മൾ ഇരിക്കുന്ന ഈ കോണ്ടിനെന്റ്സ് ഉള്ള ഈ ഏഷ്യയും ഓസ്ട്രേലിയയും അമേരിക്കയും ഒക്കെ ഉള്ള ഈ ഭാരതഖണ്ഡമാണത്. ഭാരതവർഷമല്ല. ഭാരതവർഷം എന്ന് പറഞ്ഞാൽ അതിൽ ഇനിയും കുറെ സംഭവങ്ങളുണ്ട്, കുറെ സ്ഥലങ്ങളുണ്ട് ആക്ച്വലി. അപ്പൊ ഇതെല്ലാം വരുന്നത് ജംബുദ്വീപിലാണ്. അപ്പൊ ജംബുദ്വീപ് മുഴുവനും ഫേമസ് ആയിരുന്നു എന്നാണ് പറയുന്നത് യുധിഷ്ഠിര മഹാരാജാവിനെ കുറിച്ച്. യുധിഷ്ഠിര മഹാരാജാവ് അദ്ദേഹത്തിന്റെ ജംബുദ്വീപ് മാത്രമല്ല, പറയുന്നു ഭൂമണ്ഡലം വിട്ട് ഈവൻ സ്വർഗലോകങ്ങളിലും യുധിഷ്ഠിര മഹാരാജാവിനെ കുറിച്ച് അറിയുമായിരുന്നു എല്ലാവരും. അത്രമാത്രം ഫേമസ് ആയിരുന്നു എന്ന് പറയുന്നു. അതാണ് കാര്യം. എന്തുകൊണ്ടാണ് ഫേമസ് ആവുന്നത്? ഭഗവാന്റെ പരിശുദ്ധ ഭക്തനായതുകൊണ്ട്. ഭഗവാന്റെ പരിശുദ്ധ ഭക്തരെ ഭഗവാൻ ഫേമസ് ആക്കും. അതിന് യോഗ്യതയുള്ളവർക്ക്, അതായത് എല്ലാവരെയും ഫേമസ് ആക്കുക എന്നുള്ളതല്ല, ഫേമസ് ആക്കി കഴിഞ്ഞാലും അതിൽ അഹങ്കരിക്കാതെ ഭഗവാന്റെ പരിശുദ്ധ ഭക്തനായി, ഭഗവാന്റെ സേവകനായി ആ ഭാവത്തിൽ, ആ പൊസിഷനിൽ ഇരുന്നു കൊണ്ട് ഭഗവത് സേവനങ്ങൾ ചെയ്യുന്നു, മറ്റുള്ളവരെ ഭഗവത് സേവനങ്ങൾ ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്നു. ആ ഒരു ക്വാളിറ്റിയുള്ള ആളുകൾക്ക് ഭഗവാൻ ഇതെല്ലാം കൊടുക്കുന്നു. യുധിഷ്ഠിര മഹാരാജാവ് അങ്ങനെയായിരുന്നു. ലോകം മുഴുവനും ഭരിക്കുന്ന വ്യക്തി. അദ്ദേഹത്തിന് ഐശ്വര്യം കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് യുധിഷ്ഠിര മഹാരാജാവിന് അഹങ്കാരം വരുന്നുണ്ടായിരുന്നു? ഇല്ല. അദ്ദേഹത്തിനുണ്ടായിരുന്ന പവറും അദ്ദേഹത്തിനുണ്ടായിരുന്ന ധനവും എല്ലാം തന്നെ ഭഗവത് സേവനങ്ങൾക്കാണ് ഉപയോഗിച്ചിരുന്നത്. അതേപോലെ അംബരീഷ് മഹാരാജാവ് ഉണ്ട് നമ്മുടെ മുമ്പിൽ ഉദാഹരണം. അദ്ദേഹം ആയിരുന്നു. അംബരീഷ് മഹാരാജാവും ഇതേപോലെ പരിശുദ്ധ ഭക്തനാണ്. സവൈ മനകൃഷ്ണ പദാരവിന്ദയോ, പരിശുദ്ധ ഭക്തനാണ്. അദ്ദേഹത്തിനും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരുപാട് ഫേമസ് ആയിരുന്നു. അപ്പോൾ ഭക്തരെന്ന് പറയുമ്പോൾ അതിൽ ചിലപ്പോൾ ഒരുപാട് ധനികരായിട്ടുള്ളവരും ഒരുപാട് ഫേമസ് ആയിട്ടുള്ളവരും ചിലപ്പോൾ ഒരുപാട് പാപ്പരായിട്ടുള്ളവരും ഒക്കെ ഉണ്ടാവും. എല്ലാ കാറ്റഗറിയിലുള്ള ആളുകളും വരുന്നു ഭക്തരിൽ. അപ്പോൾ ആരാണ് വലുത് ആരാണ് ചെറുത് എന്ന് ചോദ്യമില്ല. ഭഗവാന്റെ നിശ്ചയമാണ് ആര് എന്ത് ചെയ്യണം. അല്ലെങ്കിൽ ധനികനാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ധനികനായി നിന്നുകൊണ്ട് അദ്ദേഹം എങ്ങനെ ഭക്തി സേവനങ്ങൾ ചെയ്യുന്നു, മറ്റുള്ളവരെ എങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നു, ആ ഒരു പൊസിഷനും സ്ഥാനവും അദ്ദേഹം ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ മറ്റുള്ളവരെ ഭക്തരാക്കി മാറ്റുന്നു, ഇതെല്ലാം അങ്ങനെയുള്ളവർക്ക് കൊടുക്കുന്നു. ഇനി ചിലവര് വളരെ താഴെക്കടയിലുള്ള ആളുകളായിരിക്കാം. അവർക്ക് ധനവും ഉണ്ടാവില്ല, സമ്പത്തുണ്ടാവില്ല, പാപ്പരായിരിക്കും, അകിഞ്ചനായിരിക്കും. സാരമില്ല. അപ്പോൾ അവരിൽ നിന്ന്, അങ്ങനെയുള്ള ഭക്തരിൽ നിന്ന് ഭഗവാൻ നമ്മളെ പഠിപ്പിക്കുന്നു, അതായത് ഒന്നുമില്ലെങ്കിലും അവരുടെ ഒരേ ഒരു ശരണാഗതി, ഒരേ ഒരു ശരണം, അല്ലെങ്കിൽ അവരെ പൂർണ്ണമായിട്ടും ആശ്രയിക്കുന്നത് ഭഗവാനെയാണ് എന്നുള്ളത്. അത് വേറെ, അതായത് അത് ഒരു എക്സ്ട്രീം, മറ്റേത് വേറെ എക്സ്ട്രീം. എന്താണെങ്കിലും എല്ലാ കാറ്റഗറിയിലുള്ളവരും ഉള്ള ഭക്തരും ഉണ്ടാവും. നമുക്ക് ആരാണ് ബെറ്റർ എന്ന് പറയാൻ സാധിക്കില്ല. നമ്മുടെ അവസ്ഥ എന്താണെന്ന് നമുക്ക് ഇപ്പോൾ അറിയില്ല. എന്നാൽ ഈ ഇരിക്കുന്ന നമ്മുടെ എന്തവസ്ഥയാണോ ഇപ്പോൾ നമുക്കുള്ളത്, ആ അവസ്ഥയിൽ ഇരുന്നുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ ഭക്തി സേവനങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത്. പരിശുദ്ധ മഹാരാജാവിനെ പോലെ, യുധിഷ്ഠിര മഹാരാജാവിന്റെ പോലെയുള്ള ഒരു പൊസിഷൻ നമുക്കില്ല. എന്നാൽ അതേപോലെ ചിലപ്പോൾ പാപ്പരായിട്ടിരിക്കുന്ന അവസ്ഥയും ഉണ്ടാവില്ല. എല്ലാത്തിന്റെയും ഇടയിലുള്ള ഒരു ചെറിയൊരു ബാലൻസ് ചെയ്ത് പോകുന്ന, അല്ലെങ്കിൽ മീഡിയം ലെവലിലായിരിക്കും കാര്യങ്ങൾ പോകുന്നത്. എന്താണെങ്കിലും നാളെ ചിലപ്പോൾ ഫേമസ് ആവാം, നാളെ ചിലപ്പോൾ നമ്മൾ അപകീർത്തിയും സംഭവിക്കാം, എല്ലാം നമുക്ക് നഷ്ടപ്പെടാം. പക്ഷേ ഒരു കാര്യം ഓർക്കുക, ഏത് സാഹചര്യത്തിലും നമ്മുടെ ഒരേ ഒരു ശരണം ഭഗവാൻ മാത്രമാണ്. ഭഗവാന്റെ തൃപ്പാദങ്ങൾ വിട്ട് നമുക്കൊന്നും വേണ്ട. എന്തൊക്കെ സംഭവിച്ചാലും, ഏറ്റവും വലിയ ഒരു പ്രതികൂലമായിട്ടുള്ള സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാലും, ഏറ്റവും വലിയൊരു പ്രശ്നങ്ങൾ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാലും, നമ്മൾ ഭഗവാന്റെ പാദങ്ങൾ വിടാതെ, ആ ഭഗവാന്റെ ശ്രീപാദങ്ങളിലെ ആ ഒരു ശരണാഗതി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ പൂർണ്ണമായിട്ടും ഭഗവാന്റെ തൃപാദങ്ങൾ മുറുക്കെ പിടിക്കുക എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത്. സാഹചര്യം എന്ത് വേണമെങ്കിലാവട്ടെ, ഓർക്കുക അത് ഭഗവാന്റെ കൃപയാണ്. എന്തിനുള്ള കൃപയാണ്? എന്തിനു വേണ്ടിയിട്ടാണ്? കൂടുതൽ കൂടുതൽ നമ്മൾ ആത്മാർത്ഥതയോടുകൂടി ഭക്തിയുത സേവനങ്ങൾ ചെയ്യുവാൻ വേണ്ടി. അതാണ്. എല്ലാം നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നതൊക്കെ ഭഗവത് കൃപയായിട്ട് മനസ്സിലാക്കുക.
എന്നിട്ട് ആ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ എനിക്ക് എങ്ങനെ ഭഗവാനെ സേവിക്കാൻ സാധിക്കും, അതാണ് നോക്കേണ്ടത്. ആ ഭാവത്തിൽ, അതായത് പാപ്പറായിട്ടുള്ള ഒരാൾക്ക് സ്വർണത്തിന്റെ കരണ്ടിയിൽ ഭഗവാൻ ഭോഗം സമർപ്പിക്കാൻ സാധിക്കില്ല. അതിന്റെ ആവശ്യമില്ല. ഒരു ഇലയെ എടുക്കുന്നു, ഇലയ്ക്ക് വല്ല കുറവുണ്ടോ? എവിടെ പോയാലും ഒരു കഷ്ണം ഇലക്കഷ്ണം കിട്ടുന്നു. ഇലകഷ്ണവും ഒരു പുഷ്പവും അല്ലെങ്കിൽ ഒരു പഴവും നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് ഭഗവാന് സമർപ്പിക്കുമ്പോൾ, ഭാവത്തോടുകൂടി സ്നേഹത്തോടുകൂടി സമർപ്പിക്കുമ്പോൾ ഭഗവാൻ അത് 2 കൈകൾ നീട്ടി സ്വീകരിക്കും. അപ്പോൾ ഏത് സിറ്റുവേഷൻ ആണെങ്കിലും നമുക്ക് ഭഗവാനെ സേവിക്കാൻ സാധിക്കും. അതെല്ലാം നമ്മുടെ ഹൃദയത്തിലുള്ള ഭാവമാണ്, സ്നേഹമാണ്. അതാണ്. നമ്മളിരിക്കുന്ന എന്ത് സാഹചര്യമാണോ അവിടെ ഇരുന്നു കൊണ്ട് തന്നെ നല്ല രീതിയിൽ ചെയ്യുക എന്നുള്ളതാണ്. സ്ഥാനീയ സ്ഥിത ശ്രുതികതാം തനു വാഗ് മനോഭിർ. ഏത് സ്ഥാനത്താണോ നമ്മൾ ഇരിക്കുന്നത് അവിടെ ഇരുന്നു കൊണ്ട് മനസ്സും ശരീരവും മനസ്സും വാക്കുകളും ഭഗവത്സേവനങ്ങളിലേക്ക് ഉപയോഗിക്കുക. കായേന വാച മനസേന്ദ്രിയർവ ബുദ്ധ്യാത്മനവ പ്രകൃതി സ്വഭാവാത് കരോമീത്യ സകലം പരസ്മൈ രാധാ ശ്രീനാരായണായതി സമർപ്പയാമി. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ. ഗ്രന്ഥരാജ് ശ്രീമദ് ഭാഗവതം की जय, जगतगुरु श्रीला प्रभुपाद की जय, समवेद गौर भक्त वृंद की जय, गौड़ीय गुरु वृंद की जय, सचिनंदन श्री गौर हरि की जय, श्री वृंदावन धाम की जय. जय जय श्री राधे श्याम, जय जय श्री जय जय श्री राम. निताय गौर प्रेमानंद. हरे कृष्ण. ഹരേ കൃഷ്ണ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. എല്ലാരും നല്ല ലയിച്ചങ്ങ് ഇരിക്കുവായിരുന്നു പ്രഭു. സമയം പോയത് പറഞ്ഞില്ല. ഹരേ കൃഷ്ണ പ്രഭു. എല്ലാരും വരിക. പ്രഭുജിയോട് ആദരപൂർവ്വം 2 പ്രാവശ്യം ഹരേ കൃഷ്ണ മന്ത്രം പറഞ്ഞ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ പഞ്ചകൽപതരുപേശ സിന്ധുഭേവ പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനേക കോടി വൈഷ്ണവൃന്ദയ്ക്ക് ഹരിനാമ സങ്കീർത്തന യജ്ഞയ്ക്ക് ഹരേ കൃഷ്ണ മഹാമന്ത്രയ്ക്ക് ശ്രീല പ്രഭുപാദയ്ക്ക് जय. श्री अनंत पद्मनाभ स्वामी की जय. हरे कृष्णा प्रभु जी. धन्यवाद प्रणाम. हरे कृष्णा. हरे कृष्णा ഹരേ കൃഷ്ണ പ്രഭുജി. താങ്ക് യു പ്രഭുജി. ഹരേ Thank you. കൃഷ്ണ. Hare Krishna. Jai Jai. Hare Krishna. Hare Krishna. Thank you, Hare Prabhuji. Krishna. Thank you.